ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഭാഗീശാദ്യാസ്തു മനസഃ സർവാർത്ഥാനാമുപക്രമേ യം നത്വാ കൃതകൃത്യാസ്മുക്തം നമാമി ഗജാനനം. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ദോർഭിയുക്താശ്ചതോർഭിസ്ഫടികമണിമഹിമക്ഷമാണാം ദധാനാം ഹസ്തേനൈകേന പത്മം സിതമപി ച ശുഭം പുസ്തകം ചാപരേണ ഭാസാകുന്ദഹിന്ദുശുംഭസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാ മേ വാഗ്ദേവദേവം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ഹരിലീലാകഥാനന്ദനിമഗ്നം മാർഗദർശനം നമസ്കരോമ്യഹം നിത്യം കേശവം മമ സദ്ഗുരും ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്ര്യംബകേ ഗൗരി നാരായണി നമോസ്തുതേ. വാഗർത്താവിവ സംപൃക്തൗ വാഗർത്ത പ്രതിപത്തയേ ജഗതഃ പിതരൗ വന്ദേ പാർവതീ പരമേശ്വരൗ. മൂലേ കൽപദ്രുമസ്യ ദ്രുതകനകനിഭം ചാരുകത്വാസനസ്ഥം വാവാംഗാരൂഢഗൗരീനിബിഡകുചഫലാഭോഗാഢോപഗൂഢം നാനാലങ്കാരദീപ്തം വരദശുരകാഭീതിഹസ്തം ത്രിനേത്രം വന്ദേ ബാലേന്ദുമൗലിം ഗജവദനഗുഹാശ്ലിഷ്ടപാർശ്വം മഹേശം. ഹര ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. വളരെ ഭംഗിയായി ശ്രീമദ് ഭാഗവത സത്രം നടന്നു വരുന്നു. രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു. തൃതീയ സ്കന്ധത്തിന്റെ അവസാന ഭാഗത്തിലുള്ള കപിലോപദേശം, ചതുർത്ഥ സ്കന്ധം, പിന്നീട് പഞ്ചമസ്കന്ധത്തിലെ കഥകളൊക്കെ ആരംഭിക്കും ഇന്നത്തെ ദിവസം. അപ്പൊ അതിൽ തൃതീയ സ്കന്ധത്തിലെ കപിലോപദേശ രംഗങ്ങളൊക്കെ മധുവേട്ടൻ പറഞ്ഞു തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കയറിയില്ല. നാലാമത്തെ സ്കന്ധത്തില് ദക്ഷയാഗം തുടങ്ങിയ കഥകളൊക്കെയാണ്, 4 പുരുഷാർത്ഥങ്ങളെയാണ് നാലാമത്തെ സ്കന്ധത്തിലെ കഥകളിലൂടെ പറയുന്നത്. അതിലാദ്യം ദക്ഷയാഗം എന്ന കഥയെ പറഞ്ഞു കേൾപ്പിക്കുന്നു. ദക്ഷയാഗ കഥയിലൂടെ ധർമ്മം എന്ന പുരുഷാർത്ഥത്തെ പറയുന്നു. ഈ ദക്ഷയാഗം എന്ന കഥയിലേക്ക് എങ്ങനെ എത്തിയെന്നാണെങ്കിൽ ഇതൊരു വംശ വർണ്ണനയാണ് പറഞ്ഞു വരുന്നത്. ബ്രഹ്മാവിന്റെ സൃഷ്ടി തൊട്ട് തുടങ്ങും. അതാണ് ഒരു കണക്ഷൻ. ബ്രഹ്മാവ് മനുഷ്യ സൃഷ്ടി ചെയ്ത് അതിൽ സ്വയംഭുവ ശതരൂപ ദമ്പതികള് ആദ്യ മനുഷ്യർ. അപ്പൊ അവർക്ക് ഉണ്ടായ 2 ആൺകുട്ടികളും 3 പെൺകുട്ടികളും. അതിൽ പെൺകുട്ടികളുടെ കഥയാണ് ആദ്യം പറയുന്നത്. രണ്ടാമത്തെ മകളായ ദേവഹൂതിയെ കർദമൻ വിവാഹം കഴിച്ച് അതിൽ ഭഗവാൻ കപിലവാസുദേവനായിട്ട് അവതരിച്ചു എന്നും ദേവഹൂതിക്ക് ഭഗവാൻ ഉപദേശങ്ങളൊക്കെ കൊടുത്ത് സദ്ഗതിയിലേക്ക് എത്തിച്ചു എന്നും പറഞ്ഞിട്ടാണ് മൂന്നാമത്തെ സ്കന്ധം അവസാനിക്കുന്നത്. അപ്പൊ മറ്റു 2 പെൺകുട്ടികളുടെ കഥയാണ് പറഞ്ഞു തുടങ്ങുക. ആഹൂതി പ്രസൂതി എന്ന 2 പെൺകുട്ടികൾ. മനോസ്തുഷതരൂപായാം തിസ്രഃ കന്യാശ്ച ആഹൂതിർദേവഹൂതിശ്ച പ്രസൂതിരിതി വിശ്രുതാഃ. ആഹൂതി, ദേവഹൂതി, പ്രസൂതി. അതിൽ ദേവഹൂതിയുടെ കഥ പറഞ്ഞു. ആഹൂതിയെ രുചി എന്ന പ്രജാപതി വിവാഹം കഴിച്ചു. രുചി പ്രജാപതിക്ക് ആഹൂതിയിലുണ്ടായ
വംശത്തെയൊക്കെയാണ് പിന്നീട് വർണ്ണിച്ചു വരിക. പ്രസൂതിയെ ദക്ഷൻ വിവാഹം കഴിച്ചു എന്ന് അതിനെ പറയുന്നു. ഈ ഋഷി പ്രജാപതി ആഹുതിയെ വിവാഹം കഴിച്ച് ആകച്ചയൊക്കെ പറഞ്ഞു വരുന്നതിനിടയിലാണ് അവിടെ അത്രി അനസൂയ ദമ്പതികളുടെ കഥ വരുന്നത്. നമ്മൾ അത്രി മഹർഷി, അനസൂയ ഇവരെയൊക്കെ രാമായണത്തിലെ ഭംഗിയായിട്ട് കാണുന്നു. രാമൻ സീതയോടുകൂടി വനവാസകാലത്ത് അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ എത്തുന്നതും അനസൂയ ദേവി അനവധി ആഭരണങ്ങളൊക്കെ സീതയ്ക്ക് നൽകുന്നതും അത് ആവശ്യം വരുന്നു പറഞ്ഞിട്ട് അവർക്ക് ആ ആഭരണങ്ങളിലാണ് ചിലതാണ് സീത രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് ഊരി പട്ടിൽ കെട്ടി വലിച്ചത്. ഇതൊക്കെ അവരെ മുന്നിൽ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കണം. ഋഷീശ്വരനായ അത്രി രാമന് പലതരത്തിലുള്ള ദിവ്യായുധങ്ങൾ കൊടുക്കുമ്പോഴും പറഞ്ഞു ആവശ്യമുണ്ട്. അതിലെ ചില ദിവ്യായുധങ്ങളെ കൊണ്ടാണ് രാമരാവണ യുദ്ധം മുമ്പിലേക്ക് പോകുന്നത്. ഋഷീശ്വരനായ അത്രയും ഋഷികയായ അനസൂയയും രാമ സീതമാരുടെ ഭാവി മുന്നിൽ കണ്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നു പറഞ്ഞിട്ട് കൊടുക്കുക. അവരെ അവിടെ കാണാൻ നമ്മൾക്ക് വിശദമായി. ഇവിടെ ഈ അത്രയും അനസൂയ ദേവിമാർ അവർ രണ്ടുപേരും അത്രി മഹർഷിയും അനസൂയയും അവരെ ഭഗവാനെ തപസ് ചെയ്യുന്നു. തപസ് ചെയ്യുമ്പോഴത്തെ ഒരു പ്രത്യേകമായ ഒരു സങ്കല്പമായിരുന്നു ഈ പ്രകൃതിയുടെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്നവനാരോ അവനെ കാണുന്നതാണ്. തപസന്റെ ശക്തിയിലെ അവസാനം സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ ചെയ്യുന്ന ത്രിമൂർത്തികൾക്ക് പ്രത്യക്ഷപ്പെടേണ്ടി വന്നു. ത്രിമൂർത്തികൾ വന്നപ്പോ വീണ് നമസ്കരിച്ച് സ്തുതിയൊക്കെ കഴിഞ്ഞ് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു നിങ്ങളുടെ പോലൊരു മകനുണ്ടാവും. അപ്പൊ അവര് വീണ്ടും കേട്ടു ഞങ്ങൾ തന്നെ സൃഷ്ടി ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു, സംഹാരം ചെയ്യുന്നു എന്നുള്ള 3 കാര്യത്തിന് 3 രൂപം സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി വീണ്ടും അത് ബ്രഹ്മമാണ് 3ആയിട്ട് മാറി ഞങ്ങൾ ഇരിക്കണം. ഇനി ഞങ്ങളുടെ പോലെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ 3 കൂടി ചേർന്നിട്ട് ഒന്നുണ്ടായാൽ അത് ബ്രഹ്മം തന്നെയാവുള്ളൂ. അതിന് മകനായിട്ട് നിർത്താൻ പറ്റുന്നതല്ല. അതുകൊണ്ട് എന്ന് വെച്ചിട്ട് മകയുടെ തപസ് വെറുതെ ആവാൻ വയ്യല്ലോ. ഞങ്ങൾ 3 പേരുടെയും അംശങ്ങളിൽ നിന്ന് അങ്ങേക്ക് 3 പുത്രന്മാരുണ്ട് എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. എന്നിട്ടാണ് ദത്താത്രയോ ഹരയവംശാത് ഹരിയായ ഭഗവാന്റെ അംശത്തിൽ നിന്ന് ദത്താത്രയൻ എന്ന മഹർഷിയായി സോമോഭൂത് ബ്രഹ്മവംശോ ബ്രഹ്മാവിന്റെ അംശത്തിൽ നിന്ന് സോമൻ എന്ന പേര് ദുർവാസ ശങ്കരസ്യാംശ ദുർവാസാവ് മഹർഷിയായി മഹാദേവന്റെ അംശത്തിൽ നിന്നും 3 പേര് ആയിട്ട് 3 അവതാരങ്ങൾ തന്നെയാണ്. ഇനി അംബരീഷ ചരിതമൊക്കെ കേൾക്കുമ്പോൾ അവരെ ദുർവാസ ഭഗവാൻ ഭൂത് എന്ന് കേൾക്കാം. ഭഗവാൻ ദുർവാസാവ് അവതരിച്ചു. ദുർവാസാവ് ഇങ്ങനെ നടന്നിങ്ങനെ വരികയല്ല. അംബരീഷന്റെ ദ്വാദശി വ്രതത്തിന്റെ ഇടയിലേക്ക് ശിഷ്യന്മാരോട് കൂടി ദുർവാസാവ് അവിടെ പ്രത്യക്ഷപ്പെടുക. ഈശ്വരൻ തന്നെയാണ് ദുർവാസാവ്. അതേ ദത്താത്രേയനും അതേ സോമനും. ദത്താത്രേയനെ നമ്മൾ യദുദത്താത്രേയ സംവാദത്തിലെ ഏകാദശ സ്കന്ധത്തില് യദുകുമാരന് ഉപദേശങ്ങൾ കൊടുക്കുന്ന ഋഷിയായിട്ടാണ്. ഇങ്ങനെ ഇവരുടെ വംശമൊക്കെ പറയും. പിന്നെ പ്രസൂതിയുടെ കഥ. പ്രസൂതിയെ ദക്ഷ പ്രജാപതി വിവാഹം കഴിച്ചു. അതിൽ ദക്ഷന് 16 പെൺകുട്ടികളുണ്ട്. 16 പേരില് 13 പേരെ ധർമ്മദേവന് വിവാഹം കഴിച്ചു. ധർമ്മദേവന്റെ 13 പത്നിമാരും ഒരു പത്നിയാണ് മൂർത്തി എന്ന പത്നി. മൂർത്തി സർവമോത്പത്തിര നരനാരായണ ഋഷി. മൂർത്തി എന്ന പത്നിയില് നരൻ എന്നും നാരായണൻ എന്നും 2 രൂപങ്ങൾ സ്വീകരിച്ച് ഭഗവാൻ നരനാരായണ അവതാരത്തെ എടുത്തു. ഈ നരനാരായണ അവതാരത്തിന്റെ ഉദ്ദേശം സഹസ്രകവചനെ ഗ്രഹിക്കലാണ്. ഒരു ഉദ്ദേശം, വലിയ ഉദ്ദേശം പറയുന്നുണ്ട്. സഹസ്രകവചൻ 1000 കവചങ്ങളുള്ളവൻ. 1000 കൊല്ലം തപസ് ചെയ്ത് 1000 കൊല്ലം യുദ്ധം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഈ സഹസ്രകവചന്റെ ഒരു കവചത്തിനെയും മുറിക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ 1000 കവചം മുറിച്ചാൽ ഇവരുടെ കഥയും കഴിയുന്നു. ഇവരെ കൊണ്ടാണെങ്കിൽ ലോകത്തിന് വലിയ സ്വൈരക്കേട്. അപ്പോഴാണ് ഭഗവാൻ 2 രൂപത്തിൽ അവതരിച്ചത്.
കാരണം ഈ 1000 കൊല്ലം തപസ് ചെയ്ത് പിന്നെ 1000 കൊല്ലം യുദ്ധം ചെയ്ത് ഒരു കവചം മുറിച്ച് വീണ്ടും വന്ന് 1000 കൊല്ലം തപസ് ചെയ്യുമ്പോഴേക്കും വന്ന് മുറിഞ്ഞ കവചം വീണ്ടും പഴയ പോലെ ഗർഭമില്ലാന്ന് മനസ്സിലായപ്പോ 2 വേഷത്തിൽ അവതരിച്ച് ഒരാള് തപസ് ചെയ്യുമ്പോൾ മറ്റേ ആള് യുദ്ധം ചെയ്യും. അങ്ങനെ അവിടെ ഒരു കവചം മുറിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ഈ ആള് തപസ് കഴിഞ്ഞിട്ട് അവിടെ എത്തുന്നത്. അപ്പൊ 2ാമത്തെ കവചം മുറിക്കാൻ പറ്റും. ഇങ്ങനെ മുറിച്ച് അവസാനം 999 തീർക്കുന്നുണ്ട്. നരമഹർഷിയും നാരായണ മഹർഷിയും യുദ്ധം ചെയ്യുന്ന സമയത്ത് നരനും നാരായണനുമാണ്, തപസ് ചെയ്യുന്ന സമയത്ത് നരമഹർഷിയും നാരായണ മഹർഷിയാണ്. അങ്ങനെ അവന്റെ ഒരു കവചം മാത്രം ആയപ്പോ അവൻ ഉറപ്പായി ഇതും കൂടി മുറിച്ച് തന്നെ കൊല്ലും എന്നുള്ള കാര്യത്തിൽ കൊല്ലാവരണം എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് അവസാനം ഒരു തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക എന്നൊക്കെ തീരുമാനിച്ച് എന്നിട്ട് ആ കവചങ്ങളോട് കൂടിയിട്ടാണെങ്കിൽ അടുത്ത ജന്മത്തിൽ കർണനായിട്ട് വരുന്നതും ആ ജന്മത്തില് നരനും നാരായണനുമായിട്ട് അർജുനനും കൃഷ്ണനുമായിട്ട് വന്ന് ഇവന്റെ കവചങ്ങളെയും കുണ്ടലങ്ങളെയും ഇന്ദ്രനെ കൊണ്ട് വാങ്ങിപ്പിച്ച് കർണന്റെ കഥകളിക്കുന്നത്. ഇങ്ങനെ നരനാരായണ അവതാരം അന്ന് സംഭവിച്ചു. ഈ നരനാരായണ അവതാരത്തിന്റെ പ്രധാന ഉദ്ദേശം തപസ് എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുക. ഇന്നും തപസ് ചെയ്യുന്ന രീതിയിൽ നരനാരായണ മഹർഷിമാരായിട്ട് ബദരിക ആശ്രമത്തിൽ നിന്ന് ഹിമാലയത്തില് ഭാരതത്തിന്റെ അതിർത്തി കാത്ത് പരദേവതയായിട്ട് ഇരുന്ന് ഭാരതഭൂമിയെ ഭഗവാൻ സംരക്ഷിച്ചുകൊണ്ടിരിക്കും എന്ന് നരനാരായണ അവതാരത്തെ പറഞ്ഞു. പിന്നെ 2 പെൺകുട്ടികളുണ്ട്. ഈ 3 പെൺകുട്ടികളും കൂടിയുണ്ട് ദക്ഷൻ. അതിൽ സ്വാഹ, സ്വധ, സതി എന്ന് 3 പെൺകുട്ടികൾ. സ്വധ എന്ന പെൺകുട്ടിയെ പിതൃക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. സ്വധ എന്ന പെൺകുട്ടി ആദ്യമേ വിഷയവൈരാഗ്യമൊക്കെ വന്നവളായിരുന്നത് കൊണ്ട് കുട്ടികളുണ്ടാവണം എന്നുള്ള താല്പര്യമോ അങ്ങനത്തെ ഒരു ചിന്തയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ പിതൃക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള കാരണവും അതല്ല. പിതൃക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടത്തെ ജീവിതം അവസാനിച്ചു പോയി ഒരു രൂപത്തിൽ നടക്കുന്നതാണ്. അവർക്ക് ഇനി വീണ്ടും കുട്ടികളുണ്ടാവാനുള്ള വഴിയൊന്നുമില്ല. സ്വധ എന്നവർക്കാണെങ്കിൽ ആ ചിന്തയുമില്ല. ശാരീരികമായ ഒരു ചിന്തയും ഇല്ലാത്തവളാണ് സ്വധ. അതുകൊണ്ട് ചേരുന്നതുകൊണ്ടാണ് സ്വധ എന്ന പെൺകുട്ടിയെ കൊടുത്തത്. ഈ സ്വധ എന്ന പെൺകുട്ടിയോട് കൂടിയിട്ടാണ് എപ്പോഴും പിതൃക്കളെ സ്മരിക്കുക. പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന ശ്രാദ്ധാദികളാവട്ടെ തർപ്പണാദികളാവട്ടെ, ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് ഒരു വിളക്ക് വയ്ക്കുകയാണെങ്കിൽ അതുപോലും സ്വധ എന്നവളെയും കൂട്ടി സ്മരിച്ചുകൊണ്ടാവണം എന്നാണ് പറയാ. ഈ വലിയ രീതിയിലൊന്നും നമുക്ക് അറിയില്ല. ഒരു വിളക്ക് വയ്ക്കുന്നുണ്ട്, പിതൃക്കൾക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ പിതൃഭ്യോ സ്വധ എന്ന് പറഞ്ഞിട്ട് വിളക്ക് വെച്ചത് പിതൃക്കൾക്കാണ്. കുളിക്കുന്ന സമയത്ത് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കൈ വെള്ളം ഒഴിക്കുമ്പോൾ പിതൃഭ്യോ സ്വധ എന്ന് പറഞ്ഞ് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം പിതൃക്കൾക്ക് കിട്ടിക്കൊള്ളും. ഇനി വലിയ തരത്തിൽ മന്ത്രപൂർവം ഒക്കെ ശ്രാദ്ധാദികളോട് കൂടിയിട്ടൊക്കെ ചെയ്യുകയാണ് പിതൃപ്രീതിക്ക് വേണ്ടിയിട്ട് വെച്ചാലും അവിടെ പിതൃഭ്യോ സ്വധ ഇതന്നെയാണ് മന്ത്രം. അതിന് മാറ്റം സ്വധ എന്ന പത്നിയോടുകൂടി. ഇത് നമ്മൾക്ക് അധികം കേട്ട് പരിചയം ഉണ്ടാവില്ല. അടുത്തത് കേട്ട് പരിചയം ഉണ്ടാവും. അഗ്നിയുടെ പത്നിയാണ് സ്വാഹ. അത് നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും. അഗ്നയെ സ്വാഹ, കുറെ സ്വാഹ അങ്ങനെ അവിടെ. സ്വാഹ എന്നത് അഗ്നിയുടെ പത്നിയുടെ പേരാണ്. അപ്പൊ അഗ്നിക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും സ്വാഹയോട് കൂടിയിട്ട് അത് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ അഗ്നി സ്വാഹ എന്ന പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അതിൽ അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായി. അഗ്നിയിൽ നിന്നുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും എന്താവും? അഗ്നി തന്നെയാവും. ഒരു വിളക്കിൽ നിന്ന് തിരി കൊളുത്തിയിട്ട് വേറെ ഒന്നിലേക്ക് പകർന്നാൽ അതും തീയന്നെയാണ്. വേറെ രൂപമാറ്റമൊന്നും സംഭവിക്കാറില്ല. ഒരഗ്നി സാക്ഷാൽ അഗ്നിദേവനിൽ നിന്ന് സ്വാഹയോട് കൂടിയിട്ടുള്ള ജീവിതത്തിലെ 3 അഗ്നി. അവര് വിവാഹം കഴിച്ച് അവരിൽ നിന്ന് പിന്നെയും അഗ്നികളുണ്ട്. അങ്ങനെ ആ വംശമൊക്കെ പറഞ്ഞു വന്നിട്ട് 49 തരം അഗ്നികളുണ്ട്. നമ്മളെല്ലാത്തിനെയും അഗ്നിയായിട്ട് കാണുന്നേ ഉള്ളൂ. അഗ്നി തമ്മിൽ എന്താ വ്യത്യാസം? എല്ലാം തൊട്ടാൽ കൊള്ളും, എല്ലാം കണ്ടാ ഒരേപോലെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഓരോന്നും എന്ത് സങ്കല്പത്തിലാണോ നമ്മൾ ജ്വലിപ്പിക്കുന്നത് ആ തരത്തിലുള്ള അഗ്നിയാണ് അവിടെ സാന്നിധ്യം ചെയ്യുന്നത്. വിളക്കിൽ കൊടുക്കുന്നതായിട്ടുള്ള അഗ്നിയല്ല അടുപ്പിൽ കൊടുക്കുന്നത്.
അടുപ്പിലുള്ളതായ അഗ്നിയല്ല ചപ്പ് ചോറകളൊക്കെ അടിച്ചു വാരി കത്തിക്കുമ്പോ കൊളുത്തുന്നത്. ഈ അഗ്നിയല്ല ഹോമത്തിനുള്ളത്, ഈ അഗ്നിയല്ല യാഗത്തിനുള്ളത്. എല്ലാത്തിനും വ്യത്യാസം. നിലവിളക്കിൽ ദീപം തെളിയിക്കുന്ന സമയത്ത് അവിടെ ആ വിളക്കിലുള്ള അഗ്നിയിൽ, നിലവിളക്കിലെ അഗ്നിയിലുള്ള സങ്കല്പത്തിന് വ്യത്യാസം. ചിലത് പൂജാദികൾക്ക് വേണ്ടിയിട്ട്, ഭഗവാന് മുമ്പിൽ പൂജാദികൾക്കൊക്കെ ആയിട്ടാണ് ദീപം തെളിയിക്കുക. അതിൽ നിന്ന് പല ദീപങ്ങൾ തെളിയിക്കുന്നത് മുഴുവൻ പൂജയ്ക്കല്ല, അത് അലങ്കാരാദികൾക്കായി, ദീപാലങ്കാരത്തിനായിട്ടാണ് ദീപം തെളിയിക്കുക. അതേ അഗ്നി തന്നെ ഭഗവാന്റെ മുമ്പിൽ കൊടുക്കുന്നത് പൂജയ്ക്കായിട്ടും കൊടുക്കാം, അലങ്കാരത്തിനായിട്ടും കൊടുക്കാം, ഒക്കെ നിലവിളക്കുകളിലാണെങ്കിൽ ഇതേ അഗ്നി തന്നെ വിവാഹ മണ്ഡപത്തിൽ കൊടുത്തു വെച്ചാൽ അവിടെ അഗ്നി ഒരു പണിയെടുക്കുന്നില്ല, നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സാക്ഷിയാണ്. അതുകൊണ്ടാണ് വിവാഹം അഗ്നി സാക്ഷിയായിട്ട് പ്രതിജ്ഞയൊക്കെ എടുക്കുന്നിടത്ത് അഗ്നി സാക്ഷിയായിട്ട് പ്രതിജ്ഞ എടുക്കണം എന്നാണ് കബന്ധൻ രാമനോട് പറഞ്ഞിരിക്കുക. സുഗ്രീവനെ കാണുമ്പോൾ സുഗ്രീവന് വേണ്ട കാര്യങ്ങൾ ചെയ്തോളാം എന്ന് അഗ്നി സാക്ഷിയായിട്ട് സത്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അഗ്നിയോട് ചോദിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതാണ് ഈ അഗ്നിയെ സാക്ഷിയാക്കുന്നത്. എല്ലാവരും അഗ്നിയെ സാക്ഷിയാക്കി എന്നിട്ട് ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും ഒരു വർഗം എത്തിയാൽ അഗ്നി അവിടെ വരും. ഞാൻ കണ്ടതാണ് എന്ന് പറയാൻ ഈ അഗ്നിയെ സാക്ഷിയായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ അധികം നേരം വേണ്ടാന്നുള്ളത് കൊണ്ടാണ്. പഞ്ചഭൂതങ്ങൾ ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം, ഈ പഞ്ചഭൂതങ്ങളിലെ അശുദ്ധി ബാധിക്കാത്ത ഒന്ന് അഗ്നി മാത്രമാണ്. ഭൂമിക്കും വായുവിനും ജലത്തിനും ആകാശത്തിനും ഒക്കെ മാലിന്യം ഉണ്ടാവും. അഗ്നിയിൽ മാത്രമാണ് മാലിന്യം ചെല്ലാത്തത്. അതിലേക്ക് എന്ത് മാലിന്യം കൊണ്ടുകൊടുത്താലും അത് ശുദ്ധമാക്കി ഭസ്മാക്കി തരുന്നല്ലാതെ അഗ്നി അശുദ്ധമാവാറില്ല. അപ്പൊ വെള്ളം ഒരു വസ്തുവിന്, ഒരു പാത്രം കഴുകിയാൽ വെള്ളം പാത്രത്തിന് ശുദ്ധമാക്കുന്നുണ്ട്, പക്ഷെ വെള്ളം കഴുകിപ്പിക്കും. അതോടുകൂടി സ്വയം അശുദ്ധിയെ ഇങ്ങോട്ട് വാങ്ങിയിട്ടാണ് മറ്റൊന്നിന് അത് ശുദ്ധി കൊടുക്കുക. ദുർഗന്ധമുള്ളിടത്ത് കാറ്റാഞ്ഞ് വീശിക്കഴിഞ്ഞാൽ ദുർഗന്ധം കുറച്ച് നേരം കഴിഞ്ഞാൽ അവിടെ പോകും. പക്ഷെ പോകുന്ന സമയത്ത് ഇവിടെ ദുർഗന്ധം പോയാലും ആ ദുർഗന്ധത്തിനെ അതിന് മുമ്പ് വന്ന വായു കൊണ്ടുപോകാണ്ടായത്. ഇപ്പൊ ആ വായു എവിടെയൊക്കെ ചെല്ലുന്നു അവിടെയൊക്കെ ഈ ദുർഗന്ധമാണ്. ഇപ്പൊ സ്വയം വായു മലിനമായിക്കൊണ്ടാണ് ഒരു ശുദ്ധീകരണം. സ്വയം മലിനമായിക്കൊണ്ടാണ് അഗ്നി, ജലം ഒരു ശുദ്ധിയെ നൽകുന്നത്. എന്നാൽ മാലിന്യത്തെ സംസ്കരിച്ചുകൊണ്ടാണ്, ഇല്ലാതാക്കിക്കൊണ്ടാണ് അഗ്നി ഒന്നിന് ശുദ്ധി നൽകുന്നത്. അതുകൊണ്ട് അഗ്നിയെ അശുദ്ധമാക്കാൻ പറ്റില്ല. എന്നും ശുദ്ധമായിട്ടിരിക്കുന്നത് കൊണ്ടാണ് അഗ്നിയെ നമ്മൾ എല്ലായിടത്തും സാന്നിധ്യമാക്കുന്നത്. നമ്മളുടെയൊക്കെ ഹൈന്ദവ സംസ്കാര പ്രകാരം വിളക്കിൽ നിന്ന് ആരംഭിച്ച് വിളക്കിൽ തീരുന്നതാണ് ജീവിതം എന്നാണ്. ഇന്നിപ്പോ നേരെ മറിച്ചാണ്. ഇന്നത്തെ കാലഘട്ടം വെച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ആരംഭിച്ച് ആശുപത്രിയിൽ തീരുന്നതാണ് ഇന്നത്തെ ജീവിതം. അത് നോക്കണം. സാമാന്യ നിലയ്ക്ക് വിളക്കിൽ നിന്ന് ആരംഭിച്ച് വിളക്കിൽ തീരുന്നതാണ് നമ്മുടെ ജീവിതം. എവിടെ വേണമെങ്കിൽ ജനിച്ചോ. പണ്ടൊക്കെ വീടുകളിലായിരുന്നു പ്രസവം. കാരണം പ്രസവിക്കുക എന്നുള്ളതൊരു അസുഖമായിരുന്നില്ല, സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ന് പ്രസവം എന്നുള്ളതൊരു അസുഖമായതുകൊണ്ട് തന്നെ ആശുപത്രികളിൽ അസുഖമാക്കി മാറ്റി. എല്ലാവരും കൂടി തലമുറകളായിട്ട് പറഞ്ഞിട്ടാണ്. ഗർഭകാലം വേണ്ട പോലെ കൊണ്ടു നടന്നാൽ പ്രസവത്തിന് ഒരു പ്രശ്നമില്ല. ജീവിതത്തിന്റെ നിഷ്ഠകൾ മാറുമ്പോ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ ആവുമ്പോ രണ്ട് ജീവന്റെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ആദ്യം പിടിക്കുന്നത് കൊണ്ട് അതിനെ ആശുപത്രിയിലേക്ക് പോകും. അതാണ് സംഭവം. പിന്നെ കച്ചവടങ്ങൾക്ക് ഇഷ്ടം പോലെ വഴിയുള്ള സ്ഥലമാണല്ലോ ആശുപത്രി. ഇപ്പൊ ആ ഭാഗം പറഞ്ഞിട്ടില്ല. ഇനിയും ആശുപത്രിയിലാണ് കുട്ടി ഉണ്ടായതെങ്കിലും വീട്ടിലാണ് കുട്ടി ഉണ്ടായതെങ്കിലും കുട്ടി ജനിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് വീട്ടിലെ ഉറപ്പുകൊണ്ടിരിക്കുക. വീട്ടിലുള്ള എല്ലാവരും ആശുപത്രിയിലാണെങ്കിലും ആദ്യം വരണ ആള് ആദ്യം ചെയ്യേണ്ടത് വീട്ടിലെ ഉറപ്പ് കൊടുക്കുകയാണ്. ഒരു കുട്ടി ഉണ്ടായി എന്ന് കേട്ടാൽ ആദ്യം വിളക്ക് കൊടുക്കണം. ഒരാള് മരിച്ചു എന്ന് കേട്ടാൽ മരിച്ചാൽ അവിടെ കിടന്ന് വേണമെങ്കിൽ മരിച്ചോട്ടെ, ബോഡി എത്താൻ 2 ദിവസം കഴിയും, ആയിക്കോട്ടെ. മരിച്ചു എന്ന് കേട്ടാൽ ആദ്യം വിളക്ക് കൊടുക്കുക, തിരികെ കൊണ്ടുവരണമെന്ന് മാത്രമേ ഉള്ളൂ. വിളക്കിൽ നിന്ന് തുടങ്ങുക, വിളക്കിൽ തന്നെ അവസാനിക്കുക. ഈ അഗ്നിയിലേക്ക് അങ്ങോട്ട് സമർപ്പിക്കുന്ന രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ സംസ്കാരങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്.
ഷോഡശ സംസ്കാരത്തിലെ ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെ 16 സംസ്കാരങ്ങളുണ്ട്. ഇത് അവസാനം ചെയ്യാനുള്ളത് എന്താന്ന് ചോദിച്ചാൽ ഈ അഗ്നിയിലേക്ക് ഈ ശരീരത്തിനെ അങ്ങോട്ട് ഹോമിക്കുക. പലതും ഹോമിക്കാറുണ്ടോ? ഗണപതി ഹോമത്തിന് നാളികേരം ഹോമിക്കുന്നു, ഗണപതി ഹോമത്തിന്റെ കൂട്ട് ഹോമിക്കുന്നു. ഇങ്ങനെ ഗണപതി ഹോമത്തിന്റെ ഹോമകുണ്ടത്തിലേക്ക് പലതും ഹോമിക്കുന്നത് പോലെ തന്നെ ചിത കൂട്ടിയിട്ട് ആ ചിതയിൽ ആളിക്കത്തുന്ന അഗ്നിയിലേക്ക് ഈ ശരീരത്തെ അടുത്ത തലമുറക്കാർ ഹോമിക്കുക എന്നുള്ളതാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ശരിയായ രീതി. അതത്ര പ്രാക്ടിക്കൽ അല്ലാതെ ആളിക്കത്തുന്ന ചിതയിലേക്ക് ഈ ശരീരത്തിനെ ഇങ്ങനെ എടുത്ത് ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞൊരു കാര്യം അല്ലാത്തത് കൊണ്ട് അതിന്റെ രീതിയെ ഒന്ന് മാറ്റും. സ്രോതസ്സിനെ തയ്യാറാക്കി ചിതയൊരുക്കി അതിന് ശരീരത്തിനെ എടുത്ത് കിടത്തി ശരീരത്തിലേക്ക് അഗ്നിയെ അങ്ങോട്ട് നിക്ഷേപിച്ച് ഈ അഗ്നിക്ക് ഈ ശരീരത്തിനെ സ്വീകരിക്കാം എന്ന രീതിയിലാണ് വൈദിക വിധിപ്രകാരം മന്ത്രങ്ങളൊക്കെ ചെയ്യുക. ഈ ശരീരത്തെ വരെ അഗ്നിക്ക് ഹോമിക്കുന്ന രീതിയിൽ സംസ്കരിക്കാൻ കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെയൊക്കെ സംസ്കാരം നടക്കുന്നത് എന്നർത്ഥം. ഈ അഗ്നി ഇങ്ങനെ എല്ലായിടത്തും സാന്നിധ്യം ചെയ്യുന്നുണ്ടെങ്കിലും ഓരോ സങ്കല്പത്തിൽ ഹോമത്തിനുള്ള അഗ്നിയല്ല യാഗത്തിനുള്ള. ഇതിന്റെ ഹോമത്തിനാണ് എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ടാണല്ലോ ജ്വലിപ്പിക്കുക. അപ്പൊ ആ അഗ്നിയാണ് അടുപ്പിൽ വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് അഗ്നി ജ്വലിപ്പിക്കുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായി പ്രത്യേകിച്ച് സങ്കല്പമൊന്നും വേണ്ട. അടുപ്പിൽ തീ കൊടുക്കുന്നത് പാചകം ചെയ്യാറ് ഇത് അറിഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്യണം. അതുകൊണ്ട് പാചകത്തിന് പാകത്തിനുള്ള അഗ്നിയാണ് അവിടെ ജ്വലിക്കുക. നമ്മളുടെ കണ്ണിൽ അഗ്നിയുടെ സ്ഥാനം. അതുകൊണ്ടാണ് നമ്മൾക്ക് ഒന്നിനെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. നമ്മൾക്ക് നേരാൻ നേരത്ത് വിശക്കുന്നത് നമ്മളുടെ ഉള്ളിൽ ജഠരാഗ്നി ഉള്ളത് കൊണ്ടാണ്. ആ ജഠരാഗ്നി എന്നത് ജ്വലിക്കുമ്പോഴാണ് വിശപ്പ് എന്നുള്ളത് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്. ആ ജ്വലിക്കുന്ന അഗ്നി പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനെയും കൂടി ദഹിപ്പിച്ചിട്ടേ അതുണ്ട്. ഈ രീതിയിൽ പലയിടങ്ങളിലും അഗ്നിയുടെ സാന്നിധ്യമുണ്ട്. അഗ്നിക്ക് എത്രത്തോളം നമ്മളുടെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. വേദങ്ങൾ ആരംഭിക്കുന്നത് തന്നെ അഗ്നിമീലെ പുരോഹിതം എന്ന് പറഞ്ഞിട്ട് പുരോഹിതനായ അഗ്നിയെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് കുളിച്ചിട്ടൊക്കെ അടുക്കളയിലൊക്കെ കയറാൻ പാടുള്ളൂ. അഗ്നി പുരോഹിതനാണ്. ആ അഗ്നിയുടെ സാന്നിധ്യം കൊണ്ടാണ് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാവുന്നത്. അത് കഴിച്ചിട്ടാണ് നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവുന്നത്. ഭക്ഷണത്തിനൊക്കെ നമ്മളുടെ ശരീരത്തിനെ മാത്രമല്ല മനസ്സിനെയും മാറ്റാനുള്ള ശക്തിയുണ്ട്. അതുകൊണ്ട് കുടി കഴിഞ്ഞ് ശരീരശുദ്ധി വരുത്തി പ്രാർത്ഥനാദികൾ കഴിഞ്ഞ് മനഃശുദ്ധി വരുത്തി ചിന്തകളെ ശുദ്ധമാക്കി എന്നിട്ടൊക്കെ വേണം അടുക്കളയിൽ കയറി അടുപ്പൊക്കെ കത്തിക്കാൻ. ഗ്യാസ് ആണെങ്കിലും അതെ. എന്നിട്ടേ ആവാം അഗ്നിയെ ജ്വലിപ്പിക്കുന്നത്. എന്നിട്ടേ ആവാം. എന്നിട്ട് ഭക്ഷണാദികളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭക്ഷണം ശുദ്ധമായിരിക്കും. അത് കഴിക്കുന്നവരുടെ മനസ്സും ശരീരവും ഒക്കെ ഒരേപോലെ ശുദ്ധമായിരിക്കും. ഇതൊക്കെ ഒന്നിനൊന്ന് കണക്റ്റഡാണ്. ഏതെങ്കിലും ഒന്ന് തെറ്റിയാൽ ഫലത്തിലേക്ക് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ അഗ്നി എന്നതിന്റെ മഹത്വത്തെ പറഞ്ഞു. 49 തരം അഗ്നിയുണ്ട്. അതിന്റെ വകഭേദങ്ങളെ എവിടെയായാലും നമ്മൾക്ക് കാണാനുള്ളൂ. അഗ്നിക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആവശ്യങ്ങളെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ വംശത്തെയൊക്കെ വർണ്ണിച്ചു വന്ന് ഇളയ കുട്ടി സതീദേവി ദക്ഷനുണ്ടായത് പ്രസൂതിയില് സതിയെ മഹാദേവനെ വിവാഹം കഴിച്ചു കൊടുത്ത് അതിൽ പക്ഷേ കുട്ടികളൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞ വംശത്തിനെ വേണമെങ്കിൽ അവസാനിപ്പിക്കുകയാണ് കഥ പറയുന്നതായ മൈത്രേയൻ. അപ്പൊ വിതുരൻ ചോദിച്ചു, അതെന്താ അങ്ങനെ? വിതുര മഹാശയനാണ് കഥ കേൾക്കുന്നത്. എന്താ സതീദേവിക്ക് കുട്ടികൾ ഉണ്ടാവാതിരുന്നത് എന്ന് ചോദിച്ചപ്പോ അതിന് കാരണം പറഞ്ഞു. മഹാദേവൻ സതിയെ സന്താനഭാഗ്യത്തിന് അനുഗ്രഹിക്കാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല. അതിനു മുമ്പേ സതീദേവിക്ക് ദേഹത്യാഗം ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞപ്പോ അതെന്താ കാരണം? ദേഹത്യാഗം ചെയ്യേണ്ടി വന്നത് ദക്ഷനും മഹാദേവനും തമ്മിൽ ചെറിയൊരു കശവിശാണ്. അതാണ് പ്രശ്നം. അപ്പൊ ഇതിന് കൂടുതൽ ആശ്ചര്യം. ദക്ഷോ ദുഹിതൃവത്സവ. ദക്ഷൻ പെൺകുട്ടികളോട് വളരെയധികം വാത്സല്യമുള്ള ഒരാളാണ്. മഹാദേവനാണെങ്കിൽ എപ്പോ നോക്കിയാലും ശാന്തം ശാന്ത വിഗ്രഹം. അങ്ങനെയാണ് മഹാദേവനെ പറയുന്നത്. ശാന്തമൂർത്തിയാണ്. ശാന്തം എന്ന ഭാവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അതാണ് ശിവൻ.
അങ്ങനെയുള്ള മഹാദേവൻ ഇങ്ങോട്ട് തല്ലുകൂടാൻ വന്നാലും ഉണ്ടാകും. ദക്ഷനാണെങ്കിൽ പെൺകുട്ടികളോട് വളരെ വാത്സല്യമുള്ള ആള്, പ്രത്യേകിച്ച് ഇളയ മകളായ സതീദേവി. സ്വാഭാവികമായിട്ട് ഇവര് തമ്മിൽ തല്ലുകൂടിയാണ്. ഒരു ഭാഗത്ത് അച്ഛൻ, മറുഭാഗത്ത് ഭർത്താവ്. ഈ രണ്ടുപേർക്കും സതിയോട് വളരെ പ്രിയമാണ് എന്നിരിക്കുക. തല്ലുകൂടിയാൽ സതീദേവിക്ക് ഒരു വേദനയാവുമല്ലോ എന്നല്ലേ രണ്ടാമത് ആലോചിക്കുക. എന്നിട്ടും അവരുള്ളിൽ എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഈ അഹങ്കാരം ഒരു സംഭവം, അത് തലയ്ക്ക് കയറിയ പിന്നെ ബന്ധങ്ങൾക്ക് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. മറ്റൊരുത്തിന് വേദന ആവുന്നുണ്ടോ എന്നുള്ള നോട്ടം ഒന്നും ഉണ്ടാവില്ല. അത് തലയിൽ കയറുന്നതിനനുസരിച്ച് അവനവന്റെ പക്വതയെയും വിവേകത്തിനെയും നശിപ്പിക്കാൻ കെൽപ്പുള്ളതാണ് ഈ അഹങ്കാരം. അഹങ്കാരം എങ്ങനെ ഒരുത്തനെ പറ്റിക്കുന്നു പറയാൻ പറ്റില്ല. അത് സൂത്രത്തിലാണ് പറയാൻ പറ്റില്ല. പണ്ടൊരു വലിയ യോഗം നടന്നു. പല പല തരത്തിലുള്ള ആൾക്കാർ വന്ന് അവരുടെ പല ടൈപ്പ് കമ്മിറ്റികൾ, ഇതിന്റെയൊക്കെ പൊതുവായിട്ടുള്ള ഒരു യോഗ. ഓരോരുത്തരും ഓരോ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവരുടെ സംഘടനയെ പ്രതിനിധീകരിച്ച് ഓരോ സംഘടനക്കാർക്കും പറയാൻ 10 മിനിറ്റൊക്കെ സമയമുണ്ട്. എല്ലാവരും സ്വാഭാവികമായിട്ടും അവനവന്റെ സംഘടനയുടെ കേമത്താണല്ലോ പറയുന്നത്. വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയിലാണ് ഏറ്റവും അധികം അംഗസംഖ്യ ഉണ്ടായത്. രണ്ടാമത്തവൻ പറഞ്ഞു, ഞങ്ങളുടെ സംഘടനയിൽ ആളൊക്കെ കുറവാണ്, പക്ഷേ നമ്മൾക്കൊരു കാര്യം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സംഭാവന തരുന്നത് ഞങ്ങളുടെ സംഘടന. കാശുകാരൊക്കെ എന്റെ സംഘടനയിലാണ് കൂടുതൽ. വേറൊരുത്തൻ പറഞ്ഞു, ഞങ്ങൾക്ക് ധനസംബന്ധമായിട്ട് കുറച്ച് താഴെയാണ്, അംഗസംഖ്യയും കുറവാണ്, പക്ഷേ ഈ വലിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നല്ല നല്ല തരത്തിലുള്ള ആശയങ്ങളെ തരുന്നതും ഒക്കെ ഞങ്ങളുടെ സംഘടനയിലുള്ള അംഗങ്ങളാണ്. കാരണം കുറച്ച് ചിന്താശക്തി കൂടുതലുള്ളവരും ബുദ്ധി കൂടുതലുള്ള ആൾക്കാരും പഠിച്ചവരൊക്കെ ആയിട്ടുള്ള ആൾക്കാരും ഞങ്ങളുടെ സംഘടനയിലാണ് കൂടുതൽ. ഓരോരുത്തരും ഓരോ ഇങ്ങനെ 8-10 കഴിഞ്ഞിട്ടാണ് ഒരു ഇതുകാരൻ മൈക്ക് വിടുന്നത്. 10 പേര് പറഞ്ഞു വന്നപ്പോഴേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാം പറച്ചിൽ കഴിഞ്ഞു. ഒരുത്തൻ കാശുകാരൻ, വേറൊരുത്തൻ വിവരമുള്ളവൻ, വേറൊരുത്തൻ അംഗസംഖ്യ കൂടുതലുള്ളവൻ, വേറൊരുത്തൻ മത്സരങ്ങളിൽ സമ്മാനം നേടുന്നത് ഞങ്ങളുടെ സംഘടനയാണവൻ. ഇങ്ങനെ പറഞ്ഞു. ഇനിയിപ്പെന്താ പറയാ, അയാളുടെ പാവം 10 പേരും 10 തരത്തില് കേമത്തം പറഞ്ഞ് 11ാമത് മൈക്ക് കിട്ടിയപ്പോ ഇയാൾക്ക് എന്താ പറയേണ്ടത് അറിയിച്ചു. ഒന്നും പറയാനില്ല. അവസാനം അവിടെ ചെന്നിട്ട് ഇയാൾ ഈ 10 എണ്ണത്തിനെയും ലിസ്റ്റ് അംഗസംഖ്യ ഇല്ല, ധനം ഞങ്ങളുടെ സംഘടനയ്ക്ക് കുറവാണ്, വിദ്യാഭ്യാസമുള്ളവരും കുറവാണ്, ഇങ്ങനെ ഉത്സാഹമുള്ളവരും കുറവാണ്, ഇങ്ങനെയുള്ളതിനൊക്കെ ഇതിനൊന്നും ഞങ്ങളല്ല, ഇതൊന്നും ഞങ്ങളല്ല. പക്ഷേ ഞങ്ങളുടെ സംഘടനയിലുള്ളവർക്കാണ് ഏറ്റവും അധികം വിനയമുള്ളത്. അഹങ്കാരമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ സംഘടനയിലേ ഉള്ളൂ എന്നാണ് ഇവൻ അവസാനം പറഞ്ഞത്. ഈ പറയുമ്പോഴും ഇവന് മനസ്സിലാവില്ല ഇവന് ഈ അഹങ്കാരം പറ്റിക്കുകയാണ്. ഈ ഞങ്ങളാണ് ഞാനാണ് എന്നുള്ള തോന്നലാണല്ലോ ഈ അഹങ്കാരം. അപ്പൊ പറഞ്ഞത് എന്താ, അഹങ്കാരം ഒട്ടും ഇല്ലാത്തവര് അത് ഞങ്ങളാണ്. ഇങ്ങനെ ഈ അഹങ്കാരം വെച്ച് നമ്മൾ പോലും അറിയാതെയാണ് ഈ സാധനം കയറുക. നമ്മൾ എത്രത്തോളം അഹങ്കാരത്തെ കൊണ്ടു നടക്കുന്നു എന്നറിയണമെങ്കിൽ ഒരു ദിവസം എത്ര തവണ നമ്മൾ ഞാൻ എന്ന് പറയേണ്ടതെന്ന് വിശ്വാസം. താൻ എത്ര തവണ ഒരു ദിവസം ഞാനെന്ന് പറയണ്ടാവും. അതിപ്പോ ഞാൻ ആദ്യം ആലോചന അങ്ങനെയാ തോന്നുന്നത്. ഒരു ആവശ്യം പറയും. ഇങ്ങനെ ഞാൻ 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 എന്നുള്ള ചിന്ത അത് നമ്മളുടെ വാക്കിലുണ്ട്, നമ്മളുടെ പ്രവൃത്തിയിലുണ്ട്. അതിനെ വെച്ചിട്ടേ സത്യം പറഞ്ഞാൽ വാക്കും പ്രവൃത്തികളൊക്കെ നടക്കുന്നുണ്ട്. അഹങ്കാരം എന്നത് അത് ഉണ്ടാവാൻ വലിയതൊന്നും വേണ്ട. അഹങ്കാരം ഉണ്ടാവാം. ചില കാര്യങ്ങൾ ഉണ്ടായാൽ തന്നെത്താൻ ഉണ്ടാവും അഹങ്കാരം. യൗവനം, ധനസമ്പത്ത്, പ്രഭുത്വം, അവിവേകത, 4 ഉണ്ടാകാം. 4 വേണമെന്നില്ല, അതാ രസം. യൗവനം ഉണ്ടായാൽ തന്നെ ഒരു അഹങ്കാരം. കാരണം യൗവനത്തിൽ അത്യാവശ്യം കുട്ടിക്കളികളൊക്കെ മാറിയിട്ട് ഒരു പക്വതയിലേക്ക് കയറിയിട്ടുണ്ടാവാം. പക്വതയുള്ള വയസ്സായവരെയൊക്കെ കാണുമ്പോൾ അവരെക്കാളും നമ്മൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്.
ഈ ചുറുചുറുക്കും ആരോഗ്യവും അറിവും ഒക്കെ കൂടിയിട്ട് വരുന്ന സമയത്ത് ഞാൻ അവരുടെ ഈ രോഗം കീഴ്മേൽ മറച്ചേക്കാന്നുള്ള രോഗമൊക്കെ വരും. യൗവനം വരുന്ന സമയത്ത് കുട്ടികൾക്കുള്ള കുട്ടിക്കളി മാറാത്തത് കൊണ്ട് അവരോട് പുച്ഛം. അറിവുള്ള വയസ്സായവരെ നോക്കിയാൽ അവർക്ക് വയസ്സായി എന്നുള്ളതിനൊക്കെ പുച്ഛം. എല്ലാം കൊണ്ടും ഞാനാകണം. ഇങ്ങനെ യൗവനം കൊണ്ട് അഹങ്കാരം. ധനം കയ്യിലുണ്ടായി കഴിഞ്ഞാൽ ആ ധനമുള്ളവൻ പിന്നെ അഹങ്കാരിയാണ്. അതിന് കൂടുതൽ വിശദീകരണത്തിന്റെ ആവശ്യം. വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളൂ ധനം കയ്യിൽ കിട്ടിയിട്ട് വിനയമുള്ളവരായിട്ട് നടക്കുന്നവര്. അവരെ കണ്ടാൽ ഒരു കോടീശ്വരനാണെന്ന് ഒരാൾക്കും മനസ്സിലാവില്ല. വളരെ വില കുറഞ്ഞ ഒരാൾക്ക് അങ്ങനെയൊക്കെയോ ഒരു താല്പര്യം ഒരു വാച്ച് പോലും ഉണ്ടാവില്ല, ഒരു മാല കഴുത്തിനുണ്ടാവില്ല. ചിലപ്പോൾ ഒരു കല്യാണമോതിരൊക്കെ ഉണ്ടായാൽ അങ്ങനെയുണ്ട്. എത്ര കൂടിയാ സമ്പാദ്യം ചോദിച്ചാൽ അവർക്ക് തന്നെ അറിയില്ല. എവിടേക്കോ അതെന്താന്ന് ചോദിച്ചാൽ അവർക്ക് അതിനൊന്നും ശ്രദ്ധയില്ല. അവരവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. ഈശ്വരൻ ഒരു ഭാഗത്ത് നിന്ന് അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഭ്രമമില്ലാത്തത് കൊണ്ട് അവരുടെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഭ്രമിച്ച് നടക്കുന്നവന്റെ അളവ് കുറയുന്നത് അവനറിയില്ല. അതിനെ ഇങ്ങനെ പുളിപ്പിച്ച് കാണിച്ചുകൊണ്ട് നടക്കും. ധനം അഹങ്കാരത്തിന് വഴി വെക്കും. പ്രഭുത്വം, നാലാള് ബഹുമാനിക്കുന്ന ഒരു സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് മതി. ഞാൻ ആരാധനാ വിചാരത്തിൽ വെച്ചിട്ടേ ഇത് ബാക്കി. അവിവേകത, ഈ മൂന്നെണ്ണം കൂടാതെ വിവേകമില്ലായ്മ, വാക്കത്തിൽ ഇല്ലാണ്ടായാലും അഹങ്കാരം ഉണ്ടാവും. ഏത് അവിടെ പെരുമാറണം, എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ താഴ്ന്നു നിൽക്കേണ്ടവനാണ് എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ അവനവൻ അത്ര യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കാനുള്ള വിവരമില്ലാണ്ടായാലും ഇങ്ങനെ അഹങ്കാരത്തോട് കൂടിയിട്ടാണ് പെരുമാറുക. അപ്പൊ യൗവനം, ധനസമ്പത്തി, പ്രഭുത്വം, അവിവേകത, ഈ നാലെണ്ണത്തിന് ഏകൈകമപ്പി അനർത്ഥായ. ഇതിൽ ഓരോന്നുണ്ടായാൽ പോലും അനർത്ഥമാണ് ഇരിക്കെ കിഞ്ച തത്ര ചതുഷ്ടയം എന്നാണ് ചോദ്യം. ഇത് നാലും കൂടി ഉണ്ടാക്കുന്ന കാര്യം എന്താ പറയുന്നത്? ദക്ഷന്റെ അവസ്ഥ പറഞ്ഞു. നല്ല യൗവനം, പ്രജാപതി എന്ന സ്ഥാനം, കുമിഞ്ഞു കൂടുന്നതായിട്ടുള്ള ധനം, ഇത് മൂന്നും കൂടിയായിട്ട് കണ്ടു മഞ്ഞളിച്ച് എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ള വകതിരിവും. ആ വകതിരിവില്ലാതായ സമയത്ത് ദക്ഷൻ ഒരു തോന്നലുണ്ടായി, എന്നെ ബഹുമാനിക്കാത്തവൻ ആരെങ്കിലും ഇത് അന്വേഷിക്കേണ്ട വല്ല കാര്യമുണ്ട്. എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നാണ് ഒരു ചിന്ത. എല്ലാവർക്കും സമ്മതനായി, സർവസമ്മതനായിട്ട് ഈ ലോകത്തിൽ ആരെങ്കിലും ഈശ്വരൻ പോലുമില്ല. അതല്ലേ സത്യം. അനവധി പേര് ഈശ്വരനെ ആരാധിക്കുമ്പോൾ എന്ത് ഈശ്വരൻ എന്നൊക്കെ ചോദിച്ചിട്ട് നിഷേധിക്കാനുള്ള കുറെ ആൾക്കാരുണ്ട്, കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ട്, അങ്ങനെ സാധനം ഇല്ല എന്ന് പറയാനും കുറവുണ്ട്. ഈശ്വരന് പറഞ്ഞ് 100% വോട്ട് കിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദക്ഷം വന്നിട്ട് എല്ലാവരും അവിടെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞു. ഈശ്വരനേക്കാളും ആൾക്കാർക്ക് ഇഷ്ടമായിട്ടുള്ള ഒരാൾ ചന്ദ്രനാണ്. ചന്ദ്രന് പിന്നെ ഡിമാൻഡ്. ഇലക്ഷന് ഈശ്വരനും ചന്ദ്രനും കൂടി നിന്നാൽ ചന്ദ്രനെ ജയിക്കുക. അതെന്താ കാരണം ചോദിച്ചാൽ ചന്ദ്രനെ എല്ലാവർക്കും ഇഷ്ടമാണ്. രഞ്ജയതി എന്നാണ് ചന്ദ്രന്റെ പേരാണ് രാജ. സോമരാജ എന്നാണ് ചന്ദ്രനെ പറയുന്നത്. രാജ എന്ന പേര് കിട്ടുന്നത് അല്ലെങ്കിൽ രാജാവ് എന്ന് പറയുന്നത് രഞ്ജയതി രാജ. ആരാണോ രഞ്ജിപ്പിക്കുന്നവൻ അവനെയാണ് രാജാവ് എന്ന് പറയുന്നത്. സോമനെ പോലെ, ചന്ദ്രനെ പോലെ ലോകത്തിലുള്ളവരെ ഒക്കെ ഒരേപോലെ രഞ്ജിപ്പിക്കുന്ന ഒരാള് വേറെ ആരുമില്ല. ചന്ദ്രൻ രഞ്ജിപ്പിക്കും. ചെറിയ കുട്ടികൾക്ക് അമ്പളിയമ്മാവൻ ഞാൻ ഊണ് കിട്ടില്ല. ചെറിയ കുട്ടികളൊക്കെ ഇഷ്ടമാണ് അമ്പളിയമ്മാവനെ. കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രന്റെ പൂതിരാവിലില്ലാണ്ട് പ്രണയവും നടക്കില്ല. വിവാഹം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലമൊക്കെ പൂതിരാവിലാണ്. പിന്നെ കുറച്ച് നാളൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടില്ല എപ്പോഴൊക്കെയാണ് അപ്പോഴും കാണാനുള്ളത് ചന്ദ്രനെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വയസ്സായി. അപ്പോഴും 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ടേ പോകുള്ളൂ ഞാൻ പറഞ്ഞിട്ടായിരുന്നു. അതാണ് ഈ ശതാഭിഷേകം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടാടുന്നത്. 84 വയസ്സിലാണ് സ്വയം നടക്കുക. ഈ 84 വയസ്സിന്റെ കണക്ക് എന്താന്ന് ചോദിച്ചാൽ, സാമാന്യ കണക്ക് ഇവൻ ജനിച്ചിട്ട് 84 വയസ്സിനുള്ളിൽ 1000 പൂർണ്ണചന്ദ്രന്മാരെ ഇവൻ കണ്ടുണ്ടാവും. ഇവൻ കണ്ടുണ്ടാവില്ല, ചന്ദ്രൻ ഇവരെ കണ്ടു. അത്രയും പറയാറുള്ളൂ. എന്ന് വെച്ചാൽ ഇവൻ ജനിച്ച് ആരൊരാളായാലും ജനിച്ച് 84 വയസ്സെത്തിച്ചാൽ
അതിനുള്ളിൽ ആ 84 വർഷങ്ങൾക്കിടയിൽ 1000 പൗർണമികൾ വന്നിട്ടുണ്ടാവും എന്നൊക്കെ. അതിൽ നിന്ന് വരെ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ ഒരു 1000 പൂർണ്ണചന്ദ്രന്മാർ ഇവനെ കണ്ടുല്ലോ എന്നതിന്റെ പേരിലാണ് 84 വയസ്സിലെ ശതാഭിഷേകം എന്നൊരു പേരിട്ട് കൊണ്ടാടുന്നത്. ശരിക്കും 100 എത്തിയാലാണ് ശതാഭിഷേകം. അപ്പൊ ദീക്ഷിക്കാൻ കേൾക്കും ഇവിടെ തന്നെ ശതാഭിഷേകം, പിന്നെ കിട്ടിയാൽ നമുക്ക് അവധി ആഘോഷിക്കാം എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് സംഭവം. അപ്പൊ ഈ അമ്പലയമ്മാവനെ ഒരു ചെറിയ കുട്ടിക്ക് ഇഷ്ടമാണെന്നുള്ളതുപോലെ തന്നെ വായന പല്ലില്ലാത്ത 84 മുത്തശ്ശനും ചന്ദ്രനെ ഇഷ്ടമാണ്. എല്ലാ പ്രായക്കാർക്കും ചന്ദ്രനെയാണ്. അങ്ങനെ അധികം പിന്നെ ഒട്ടും ഈ വക നല്ലതിനോട് താല്പര്യമില്ലാത്ത ചില ആൾക്കാരുണ്ടാവില്ല. നല്ലത്, ആർദ്രമായത്, കുറച്ച് സുഖകരമായ വിഷയങ്ങൾ, ലളിതമായ വിഷയങ്ങൾ, ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ചന്ദ്രനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അത് വിളിച്ചാൽ ബാക്കി എല്ലാവർക്കും ചന്ദ്രനെ ഇഷ്ടമാണ്. അത്ര പോലും ഈശ്വരനോട് ഇഷ്ടമുള്ള ആൾക്കാർ ഈ ലോകത്തിലില്ല. ഈശ്വരന്റെ കാര്യം എങ്ങനെയാന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഇഷ്ടമാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ഒട്ടും ഇഷ്ടമില്ല. അങ്ങനെയാണ് ഭഗവാന്റെ അടുത്ത് വരെ ആൾക്കാർ എന്നിരിക്കെ ഈ ദക്ഷൻ എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിട്ട് വരാൻ കാര്യമുണ്ട്. ആൾക്കാരോട് നടന്നു ചോദിക്കാൻ പറ്റും, തനിക്ക് എന്നോട് ബഹുമാനമാണോ? അതും നടപ്പാറില്ല. എന്നൊക്കെ അറിയണം ആരാ തന്നെ ബഹുമാനിക്കണത്, എല്ലാവരും ബഹുമാനിക്കുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടി ലോകം മുഴുവനില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് നേതാക്കന്മാരൊക്കെ തന്നെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ മതി. കാരണം പിന്നെ അവരുടെ അണികൾ തന്നെ ബഹുമാനിച്ചു കൊടുക്കും. അതിനുവേണ്ടി പ്രമുഖന്മാരായുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി വിശ്വസൃത്തുക്കളുടെ യാഗം നടക്കുന്നതിനിടയിൽ ഒരു സത്രം വിളിച്ചു കൂട്ടി ദക്ഷൻ. ആ സത്രത്തിലെ ത്രിമൂർത്തികളെ അടക്കം വിളിച്ചിട്ടുണ്ട്. ആലോചിക്കണം, ഇവനാണ് ത്രിമൂർത്തികളെ അടക്കം വിളിച്ചു. അവർക്ക് സ്പെഷ്യലായിട്ട് സിംഹാസനങ്ങൾ കൽപ്പിച്ചു. 4 സിംഹാസനങ്ങളാണ് അവിടെ പ്രത്യേകം. 3 ത്രിമൂർത്തികൾക്കുള്ളത്. അതിനേക്കാൾ ഒരു ലേശം കൂടി പൊക്കത്തില് ദക്ഷിണിരിക്കുന്നത്. എല്ലാവരും എഴുന്നള്ളി വന്നു. 3 സിംഹാസനം അവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൊന്ന് 2 സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അതിലൊന്ന് മഹാവിഷ്ണുവിന്റെയാണ്, മറ്റൊന്ന് ദക്ഷന്റെ. ബ്രഹ്മാവും മഹാദേവനും അടക്കം അവിടെ വന്നിട്ടുണ്ട്. ബ്രഹ്മാവ് വന്നത് എന്താന്ന് ചോദിച്ചാൽ, ഈ മഹാവിഷ്ണു വരാത്തത് എന്താന്ന് ചോദിച്ചാൽ ഈ വക ഇത് അഹങ്കാരാണെന്ന് അറിയാം. ഈ വക അഹങ്കാരങ്ങളിടത്തേക്ക് ഭഗവാൻ പോകാറില്ല. പോയാൽ നേരെ ആക്കാതെ വരാറുമില്ല. ഇവിടെ ഇപ്പൊ താൻ ചെല്ലണമെന്നില്ല, എന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ മഹാദേവനുള്ളിടത്ത് പിന്നെ താൻ അതിന്റെ മുകളിൽ കയറിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. താനായാലും മഹാദേവനായാലും ഇതൊക്കെ കൈകാര്യം ചെയ്യൂലോ. ബ്രഹ്മാവായാലും കൈകാര്യം ചെയ്യും. പക്ഷെ ബ്രഹ്മാവ് ഇവിടെ ഒന്നും ചെയ്യില്ല എന്ന് ഭഗവാൻ അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ദക്ഷൻ ബ്രഹ്മാവിന്റെ മകനാണ്. ഈ വക അഹങ്കാരങ്ങളത് ബ്രഹ്മാവും വരാറില്ല, മഹാദേവനും വരാറില്ല, മഹാവിഷ്ണുവും ചെല്ലാറില്ല. പിന്നെ എന്താ ഇവര് രണ്ടാളും മാത്രം വന്നതാണ് എന്നാണെങ്കിൽ ദക്ഷൻ മകനായി എഴുതേണ്ട പേരില്ല. മകൻ വിളിച്ചു കൂട്ടുന്ന യോഗം അയാളാണ് അധ്യക്ഷൻ. ചെല്ലണ്ടേ അല്ലെങ്കിൽ 4 ആളെ അയാളെ എന്താ പറയാന്ന് ആലോചിച്ചിട്ട് പാവം ബ്രഹ്മാവ് അതിന്റെ പേരിൽ എഴുതേണ്ടി വന്നു. മഹാദേവനും ഈ പറഞ്ഞ പോലെയാണ്. മകളെ കല്യാണം കഴിച്ചിട്ടുണ്ട് തന്നെ. മകളുടെ ഭർത്താവായിട്ട് എനിക്ക് ഈ ദക്ഷിണുള്ള മറ്റു പുത്രിമാരെയൊക്കെ കല്യാണം കഴിച്ചു കൊടുത്ത ഭർത്താക്കന്മാരൊക്കെ അവിടെ വരും. ഈ ധർമ്മദേവൻ വരും, പിതൃക്കളും വരും. താൻ മാത്രം നിന്നില്ല, അഗ്നിയും വരും. താൻ മാത്രം നിന്നില്ലെങ്കിൽ ഒരു മോശമല്ലേ? അത് ഈ സതിക്കല്ലേ എന്റെ മോശം. ഇതൊക്കെ ആലോചിച്ചിട്ടാണ് ഈ മഹാദേവൻ എഴുന്നള്ളി വന്നത്. ഭഗവാനും വന്നിട്ടില്ല, ദക്ഷനും വന്നിട്ടില്ല. ദക്ഷൻ വരാത്തതിന്റെ ഉദ്ദേശം എന്താന്ന് ചോദിച്ചാൽ ഏറ്റവും അവസാനം തല്ലലാണോ? ആദ്യമേ ചെന്ന അവിടെ എഴുന്നള്ളിയിരുന്ന ഭരണവരൊക്കെ തൊഴുതിട്ടാണോ അവിടെ പോയിരിക്കുന്നത്. അത് താല്പര്യമില്ലെങ്കിലും തൊഴും, കാരണം ബാക്കിയുള്ളവരൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഏറ്റവും അവസാനമാണ് ചെല്ലുന്നതെങ്കിൽ എല്ലാവരും കൂടി എഴുന്നേൽക്കലും തൊഴലും ഒക്കെ ആകുമ്പോ കൂട്ടത്തിന് കാണില്ല എന്ന് പറഞ്ഞിട്ട് താല്പര്യമില്ലാത്തവര് പുറത്ത് തല പിന്നിലേക്ക് വയ്ക്കും. അവന്മാരം ഉണ്ടാവും. ഇതാണ് ഉദ്ദേശം. അതുകൊണ്ട് മനഃപൂർവ്വം ദക്ഷൻ നേരം വൈകിക്കുക. ഈ നേരം വൈകിക്കുന്നവരെയാണ് ശ്രദ്ധിക്കുക. ഇന്ന് രാഷ്ട്രീയക്കാരുണ്ട്, ഒരൊറ്റ നേരത്തിന് വരില്ല. നേരത്തിന് വന്നാൽ ഇപ്പമാരെയും ഒരുത്തരും കാണില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. 4 ആള് ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നല്ലത് ചെയ്യണ്ടേ, അത് ചെയ്യാറില്ല. അതുകൊണ്ട് 4 ആള് ശ്രദ്ധിക്കാനുള്ള അവസാനത്തെ മാർഗം ജനങ്ങളൊക്കെ വന്ന് കൂടിയിട്ട് തിക്കും തിരക്കും ബഹളം ആവണതിന്റെ ഇടയില് അപ്പിയിലേക്ക് വെച്ച് വണ്ടി നടക്കണം, മുമ്പിലേക്ക് വിട്ടിട്ട് ആകെ ഒരു ബഹളം ഉണ്ടാക്കി ഉരുട്ടിയൊക്കെ ഉണ്ടാക്കി അതിനുള്ളിൽ കൂടെ എഴുന്നള്ളി വന്നാലാണ് ഈ വെള്ളം മുമ്പിൽ സമാധാനം. എന്നാലേ 4 ആളെ എത്തി നോക്കുള്ളൂ എന്ന് അവർക്ക് തന്നെ അറിയാം. എത്ര മന്ത്രിമാര് റോഡിൽ ഇങ്ങനെ കാറില് ജനത്തെ ഭാഗത്ത് പുറത്തുണ്ട്.
എവനെങ്കിലും ഒരു സന്തോഷമായിട്ട് അയ്യോ ജയിലും മന്ത്രി പോയാൽ പോകട്ടെ എന്ന് പറഞ്ഞ് സന്തോഷമായിട്ട് വഴികളുണ്ടോ ഇല്ലല്ലോ. അത് വന്നു സ്ഥലം കൊടുക്കുക. ഇവന്മാരുടെ പൊക്കൊക്കെ കണ്ടാൽ പോയിട്ട് എന്തോ മറവടക്കേണ്ടതാണ്. ഒന്നുമില്ല. ഈ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അവിടെ പോയിട്ട് റെസ്റ്റ് എടുക്കുക. അതിലുണ്ട് ഇതൊക്കെ ദക്ഷിണകൾ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ദക്ഷിണ ഏറ്റവും അവസാനം വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം വരുന്നില്ല. ഇതിപ്പോ അവിടെ മാത്രമൊന്നുമില്ല, മന്ത്രിമാര് മാത്രമൊന്നുമില്ല. നമ്മുടെ സപ്താഹങ്ങള് സത്രങ്ങളിലൊക്കെ നടക്കുന്ന സമയത്ത് രാവിലെ 6 മണിക്ക് തുടങ്ങുമ്പോൾ തൊട്ട് വൈകുന്നേരം നിർത്തുന്നത് വരെ ഇരിക്കുന്ന അമ്മമാരുടെ ഒരാളില്ല, അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് 12:45 വരുന്ന ആൾക്കാരുണ്ട്. അവരാണ് ആചാര്യന്മാർ ആദ്യം തന്നെ നേരത്തെ വന്നാൽ മതി. എന്നാ പിന്നെ ശ്രദ്ധിക്കില്ല. 12:45 നേരത്തെ പൗഡർ ഇട്ടിട്ട് വന്നാൽ ആരായാലും നോക്കി നേരം വൈകി വരുമ്പോ ഇത് ഒന്നാമതാണ്. ഇത് മനസ്സിലാവും. അത് മനസ്സിലാവാണ്ടിരിക്കണമെങ്കിലും കുറച്ച് നേരത്തെ വരിക. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, 12 പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. നിങ്ങളവരോട് ഉച്ചയ്ക്ക് പറഞ്ഞാൽ ഈ വൈകി വരുന്നിടത്ത് ആരായാലും ശ്രദ്ധിക്കപ്പെടും. ദക്ഷിണ ഉദ്ദേശിക്കുന്നത് അങ്ങനെ എല്ലാവരും എഴുന്നള്ളി ഇരുന്നിട്ട് ഇയാളെന്താ വരാത്തതിനൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദക്ഷിണ എഴുന്നള്ളി വരുന്നത്. എല്ലാവരും കൂടി ചാടി എഴുന്നേൽക്കുന്നു, തൊഴുന്നു. ചിലവര് ആരാധന കൂട്ട് തറക്കി പിടിച്ചിട്ട് കമന്നടിച്ച് വീണ് നമസ്കരിക്കുന്നു. അവസാനം അവരവരെയൊക്കെ കൈ കാണിച്ച് ദക്ഷൻ ഓരോരുത്തർ വഴി ഒതുങ്ങി കൊടുത്ത് നേരെ നോക്കുമ്പോണ്ട് ഭഗവാന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നു. അപ്പൊ തന്നെ ദക്ഷിണ തോന്നി ആൾക്കാർ എഴുന്നള്ളി കൊടുക്കും. വേറെ ഒഴിയും. ഇതൊക്കെ ആലോചിക്കും. പിന്നെ വരാത്ത ആളോട് പറഞ്ഞിട്ട് പോലെ ആളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? നേരെ ചെന്നു അജംനത്വ ബ്രഹ്മാവെ നമസ്കരിച്ചു. അതിനുള്ള വകതിരിവൊക്കെ. കാരണം ഇവിടെ അച്ഛനാണ് പറയുമ്പോ താനാ അധ്യക്ഷൻ, അത് വിഷയമാണ്. അച്ഛനെ നമസ്കരിക്കണ്ടേ മകൻ എന്നതുകൊണ്ട് ബ്രഹ്മാവിനെ ദക്ഷൻ ചെന്ന് നമസ്കരിച്ചു. എല്ലാവർക്കും സമ്മതമായി. അതിന് തൊട്ടടുത്താണ് ഭഗവാന്റെ സിംഹാസനം ഒഴിഞ്ഞു കിടക്കുന്നത്. തൊട്ടടുത്താണ് മഹാദേവൻ ഇരിക്കുന്നത്. അങ്ങനെ മഹാദേവന്റെ മുമ്പിലേക്ക് എത്തിയപ്പോ ദക്ഷൻ തന്നെ നമസ്കരിക്കില്ല. അതിനെ കുറിച്ച് മഹാദേവൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ മഹാദേവന് അങ്ങോട്ട് ബഹുമാനിക്കേണ്ടതുണ്ട്. കാരണം മകളുടെ ഭാര്യയുടെ അച്ഛനാണ്. ആ ഒരു ബഹുമാനം എന്ന രീതിയിൽ മഹാദേവൻ ഒന്ന് എഴുന്നേറ്റു വരുത്തിയിരുന്നു. അത് ദക്ഷിണ ശ്രദ്ധിച്ചില്ല. എണീറ്റൂന്ന് വരുത്തിയിട്ടിരുന്ന മഹാദേവനെ കണ്ടപ്പോ ദക്ഷിണ ശ്രദ്ധിച്ചില്ല. ധൈര്യം എണീക്കാൻ പുറപ്പെടുന്നുണ്ട്. അവനെ മര്യാദയ്ക്ക് എണീറ്റിട്ട് തൊഴുത് ദക്ഷായ എന്നൊക്കെ പറഞ്ഞാൽ ദക്ഷനെ അതിനേക്കാളും വലിയൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല. മഹാദേവൻ വരെ എണീറ്റെന്ന് തൊഴുതു എന്ന് പറഞ്ഞാൽ ദക്ഷന്റെ ദക്ഷൻ അതാ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇയാൾ എണീറ്റു എന്ന് വരുത്തിയിട്ടും അവിടെ ദക്ഷൻ എന്ത് ചെയ്യേണ്ടിയിരുന്നു? മഹാദേവൻ ആ ബ്രഹ്മാവിനെ നമസ്കരിച്ച അതേപോലെ മകളെ വിവാഹം കഴിച്ച് മഹാദേവന് കൊടുക്കാൻ പറ്റിയതെന്ന് ഭാഗ്യം എന്ന് വിചാരിച്ച് താൻ ഇയാളുടെ ഭാര്യയുടെ അച്ഛനാണ് എന്നുള്ള കാര്യമൊക്കെ മറന്ന് മഹാദേവന്റെ ഈശ്വരത്വത്തിനെ കണ്ട് അവിടെ വീണ് നമസ്കരിക്കണമായിരുന്നു. എന്നാൽ ഒരു അപകടം ചെയ്യാതെ ഭംഗിയായിരുന്നു. ദക്ഷിണ മനസ്സിന് സന്തോഷമുണ്ടായിരുന്നു. മഹാദേവനും ബ്രഹ്മാവും തന്നെ ബഹുമാനിച്ചില്ല. അതും ഒരു വിഷയമുണ്ടായിരുന്നു. ബാക്കിയുള്ള സാധാരണ ആൾക്കാരും ദക്ഷിണയെ എണ്ണീറ്റ് ബഹുമാനിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും തന്നെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷത്തിന് ദക്ഷിണ സുഖമായിട്ടിരിക്കായിരുന്നു. പക്ഷെ ഇത്തരവധി ആൾക്കാർ തൊഴുമ്പോ ഈ മഹാദേവൻ എന്തിന്റെ കേട്ടാന്നാണ് ദക്ഷിണ വിചാരിച്ചത്. ദക്ഷിണ പറഞ്ഞവര് കയറി. സാധാരണ ഒരു യോഗം ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, ഒരു പ്രാർത്ഥന, സ്വാഗത പ്രസംഗം, പിന്നെയാണ് ഈ അധ്യക്ഷ പ്രസംഗത്തിലേക്കൊക്കെ വരിക. ഇവിടെ ദക്ഷിണാണ് അധ്യക്ഷൻ. സ്വാഗതം ഉണ്ടായില്ല, പ്രാർത്ഥന ഉണ്ടായില്ല. പ്രാർത്ഥനയൊന്നും ഇല്ലാച്ച പിന്നെ ബാക്കി പറയാനുണ്ടോ? ദക്ഷിണ നേരെ കയറിയിട്ട് ഈ ചില കാര്യങ്ങളാണ് പറയാനുണ്ട്. അപ്പൊ തന്നെ ആൾക്കാർ ചിന്തിക്കാന്ന് പറഞ്ഞു, ഇയാൾക്ക് ചില കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ യോഗം വിളിച്ചത്. അതിനൊരു സമയമില്ല. ഇയാളെന്താ അങ്ങനെ? ഞാൻ ഈ യോഗം വേണോ വേണ്ടയോ എന്നാണ് ആലോചിച്ചത്. ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാകും. നമ്മളൊക്കെ എവിടുന്നാണൊക്കെ മെനക്കെട്ട് ഇവിടെ വരെ വന്നിട്ട് ഇപ്പൊ യോഗം വേണോ വേണ്ടയോ എന്ന് ആലോചിച്ചപ്പോ എന്താ അർത്ഥം? അതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണത്തെ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ തീരുമാനിക്കും. ഞാൻ ഇവിടേക്ക് എഴുന്നള്ളി വന്ന സമയത്ത് ഇക്കണ്ട എല്ലാവരും എഴുന്നേറ്റ് എന്നെ ബഹുമാനിച്ചത്
അത് ഈ പഞ്ചഭൂതാത്മകമായുള്ള ശരീരത്തിനെ അല്ലല്ലോ, ഞാനിവിടെ അലങ്കരിക്കുന്ന ഈ സ്ഥാനത്തിനല്ലേ. എനിക്ക് പകരം നാളെ വേറൊരാൾ ഈ സ്ഥാനത്ത് കയറിയിരുന്നാൽ ഞാനടക്കം ആ സ്ഥാനത്തിനെ ബഹുമാനിക്കണം. പക്ഷേ ഈ സ്ഥാനത്തെ ബഹുമാനിക്കാത്ത ചിലരുണ്ട്. ഒരുത്തരമില്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇരുത്തിക്കൊണ്ട് നമുക്ക് യോഗം വേണോ? അതാണ് എന്റെ സംശയം. ആൾക്കാരെ സംശയിക്കുന്നത് ഇപ്പൊ യോഗം വേണോ വേണ്ടോ എന്നുള്ളതല്ല, ഈ ഒരാളാണ്. അതാണ് ആലോചന. ഞാനാണോ? ഞാൻ ഇയാളെ തോന്നുന്നതാണല്ലോ, ഇയാളത് കണ്ടതാണല്ലോ. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ പറഞ്ഞു. ലക്ഷം പറഞ്ഞു നിങ്ങൾ ഇനി ആലോചിച്ച് നടക്കുകയല്ല. വേറെ എല്ലാവരും മഹാദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരുത്തനെ കേട്ടിട്ടില്ലേ? അവനാണ് മഹാദേവൻ എന്നിങ്ങനെ പേര് തുറന്നടിച്ച് പറഞ്ഞതോടുകൂടി തന്നെ മഹാത്മാക്കളായിട്ടുള്ള ആൾക്കാരൊക്കെ അപ്പം തലക്കി എന്താണോ പറ്റി കഴിക്കാൻ പോണേന്ന് അറിയില്ല. ശിവനിന്ദയാണല്ലോ തോന്നണേ, എനിക്ക് പോകാനും പറ്റാത്ത അവസ്ഥയായി. ചിലരൊക്കെ ഇളകിയിരുന്നു. ആ മഹാദേവനെ കുറിച്ചാണോ കേൾക്കാൻ പറ്റും. ആരെ കുറ്റം പറഞ്ഞാലും കേൾക്കണം എന്നുള്ള ചില ആൾക്കാരുണ്ടാവും. എനിക്ക് അറിയാത്ത ആളായാലും കുഴപ്പമില്ല, കുറ്റം പറഞ്ഞാണ് കേൾക്കണം. അങ്ങനെയുള്ളവരൊക്കെ ഒന്ന് ഉത്സാഹമായിട്ട്. പിന്നെ വേറെ ചിലവരുടെ ദക്ഷന്റെ ആൾക്കാരുണ്ട്. ദക്ഷൻ എന്ത് പറഞ്ഞാലും തൊണ്ട തൊടാതെ വിടില്ല. നല്ലത് പറഞ്ഞാലും ശരി, പൊട്ട പറഞ്ഞാലും ശരി, അങ്ങനെയുള്ളവരൊക്കെ ഉത്സാഹമായിട്ട്. സജ്ജനങ്ങള് മാത്രം ഇനി എന്താ പറയണം പറയുന്ന അറിയില്ലല്ലോ, അടിയിട്ട കൂട്ടത്തിൽ നമുക്ക് കിട്ടൂല്ലോ എന്ന് ആലോചിച്ചിട്ടാവില്ല. ദക്ഷൻ അവിടെ തന്നെ തുടങ്ങും. പിന്നെ മഹാദേവനെ എന്നെ തൊഴുതില്ല, എണീറ്റില്ല, ബഹുമാനിച്ചില്ല, നമസ്കരിച്ചില്ല, ഇതൊന്നും എന്റെ പ്രശ്നമല്ല. പിന്നെ എന്താ പ്രശ്നം? അയാളിൽ നിന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. മഹാദേവനിൽ നിന്ന് എന്തുകൊണ്ട് പ്രതീക്ഷിക്കുന്നില്ല? സാമാന്യ നിലയ്ക്ക് ഒരാളെ ബഹുമാനിക്കുക, ഇതൊക്കെ എഴുതു വരും. ഇതൊക്കെ ഒരു സംസ്കാരത്തിൽ നിന്നാണെന്നുണ്ടാവുന്നത്. ധർമ്മമൊക്കെ അനുഷ്ഠിക്കുന്നവര്, ഒരു സംസ്കാരത്തെ ആർജിച്ചവര്, അങ്ങനെയൊക്കെയുള്ളവരാണ് എങ്കിൽ ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക, നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കുക, ആദരിക്കേണ്ടവരെ ആദരിക്കുക, അനുസരിക്കേണ്ടവരെ അനുസരിക്കുക. ഇതൊക്കെ അങ്ങനെയുള്ള സംസ്കാരങ്ങളുള്ളവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ സംസ്കാരങ്ങളിൽ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത് കുളിക്കലാണ്. രാവിലെ എനിക്ക് കുളിക്കുക. ഇയാളൊക്കെ കുളിച്ചിട്ട് അത്ര കാലം, തലയൊക്കെ വെള്ളം കണ്ടിട്ട് അത്ര കാലം അറിയില്ല. ഇങ്ങനെ നിത്യം ഒരു കുളി പോലും ഇല്ലാത്ത മഹാദേവനെ എണീറ്റ് ബഹുമാനിച്ചില്ല എന്നുള്ളത് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. പിന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയാൽ പറഞ്ഞത് മുഴുവൻ ചിത്ര മഹാദേവന്റെ എല്ലാത്തിനെയും ദക്ഷൻ കുറ്റമായിട്ട് കണ്ടു. ഈ കുളിക്കാത്ത ആൾക്കാരും പക്ഷെ കുളിച്ചിട്ടില്ല എന്നൊന്നും തോന്നില്ല. ചിലവർക്ക് പിന്നെ അങ്ങനെയുണ്ട്, കുളിക്കാത്തോണ്ട് ഇവിടെ തോന്നില്ല, കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല, വലിയ കുഴപ്പമില്ല, വീടൊക്കെ നാളില്ല. ഇത് കുളിക്കാതെ പുറത്തേക്ക് ഇറങ്ങും ചെയ്യും, നാട് നാളാൻ വേണ്ടിയിട്ട്. പക്ഷെ ഈ നാട് നാളെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അവര് അതിന് ബുദ്ധിപൂർവ്വം ചെയ്യാറുണ്ട്. കണ്ട ഒട്ടും തോന്നില്ല കുളിച്ചിട്ടില്ല. കുളിച്ചവരെക്കാളും വൃത്തിയായിട്ട് വരാൻ നടക്കുന്നുണ്ടാവും. അതിനുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കുറച്ച് വെച്ച് വാരി തേക്കി എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് മര്യാദക്ക് കുറിയിട്ടുണ്ടെങ്കിലും വരാം. എന്നാലും കുളിച്ചു തോന്നും. ഒന്ന് കുറിയ മുടിയൊക്കെ ഒന്ന് വെക്കുകയായി. അവിടെ മുടിയിലൊക്കെ ഒന്നുമില്ല, അതെന്നെ നോക്കണ്ട. ചേട്ടനെ എന്നെ നോക്കാം. ഒരു തീപ്പൊരിയൊക്കെ വന്നാൽ ഒക്കെ കൂടി അങ്ങനെ ആളുകാന്നല്ല വേറെ അവിടെ പ്രതീക്ഷിച്ചു. പിന്നെ കുറിയുടെ ആ തുടരക്കളത്തിലെ ഭസ്മാണ് ഞങ്ങൾക്ക് കുറിയിടാൻ പറ്റിയിട്ടുള്ളത്. ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ കഴുത്തിൽ 4 ആഭരണം ഉണ്ടെങ്കിൽ ആൾക്കാരുടെ കണ്ണ് ആദ്യം കാണാവുക. പുറ്റിലുണ്ടാവില്ല എത്ര പാമ്പ്, അതിനേക്കാളും ഉള്ള പാമ്പിനെ മുഴുവൻ എടുത്ത് കഴുത്തിലിട്ട് 2 കുഞ്ഞി പാമ്പ് കാതിന്. എവിടെയൊക്കെയാണോ ഗ്യാപ്പുള്ളത് അവിടെയൊക്കെ ഓരോ പാമ്പുണ്ട്. ഈ നാഗങ്ങളെ മുഴുവൻ ആഭരണമായിട്ടും ധരിച്ച് പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ 4 ആള് കാണണ്ടോ എന്ന് വിചാരിച്ചിട്ട് മര്യാദയ്ക്ക് ഒരു തുണി കൊടുത്തിറങ്ങുക. അത് അതില്ല. ഒരാനത്തോട് അല്ലെങ്കിൽ പുലിത്തോട് അതന്നെ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല. ഉടുത്തുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്ന ഇങ്ങനെയൊക്കെ. പിന്നെ ആരായാലും 4 ആള് കാണിച്ചാൽ വന്നിറങ്ങുമ്പോൾ ഒരു നല്ല വണ്ടിയിലൊക്കെ അറിയാതെ കാളപ്പുറത്തറിയാം. ഇത് നിങ്ങൾ വിളിച്ചാൽ അത് ഈ രീതിയിൽ ഒരു ആളെയും
ഒരു കയ്യിൽ തൃശൂലവും അതിന്റെ മുകളിൽ ഉടുക്കും, ഒറ്റക്കാലിൽ ചിലമ്പും, നെറ്റിയിൽ ഒരു അപകടമായിട്ട് ഒരു കണ്ണ്. ഇത് മൊത്തത്തിലാണ് ഈ മഹാദേവൻ എന്ന് പറയുന്ന സാധനം. ഇതൊക്കെ പറയുമ്പോ ആൾക്കാർ ആലോചിക്കുന്നു, എന്നാ പിന്നെ താൻ എന്തിനാ ഈ മകളെ കല്യാണം കഴിച്ചു കൊടുത്തു? അറ്റ്ലീസ്റ്റ് കുളിക്കുന്നവർ തന്നെ നോക്കിയിട്ടെങ്കിൽ കൊടുക്കാന്നില്ല എന്ന ആൾക്കാർക്ക് സംശയം സ്വാഭാവികമായിട്ട് തോന്നുമല്ലോ. അതിനെ തീർത്ത് മനസ്സിലാക്കിയിട്ടാണ് ലക്ഷ്യം പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാ ഞാൻ മകളെ കല്യാണം കഴിച്ചു കൊടുത്തത്? സത്യം പറയാം, അബദ്ധം പറ്റും. അച്ഛൻ ബ്രഹ്മാവ് പറഞ്ഞു മഹാദേവനെ കൊടുക്കാം, ഓർമ്മ ഞാനും പറഞ്ഞു. രണ്ടാമത് നമ്മൾ ആലോചിക്കലുണ്ടാവില്ല. അതുകൊണ്ട് എന്റെ മകളുടെ കണ്ണ് കണ്ടല്ലോ നമ്മള്, മൃഗശാപാക്ഷിയാക, മാൻപേടയുടെ പോലെ മനോഹരമായ കണ്ണുള്ളവളാണ്. അത്ര സൗന്ദര്യമുള്ള കുട്ടിയാണ്. അവളുടെ കൈ പിടിച്ചതാരാ? മർക്കട ലോചന, കുരങ്ങന്റെ പോലെ കലങ്ങി പറഞ്ഞ കണ്ണുള്ള ഇവൻ. ബാക്കി ഞാൻ പറയണ്ടല്ലോ. പക്ഷെ ഒരു കാര്യം പറയാം, എന്റെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ അവളെ വളർത്തിയിട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് ഇവളെങ്കിലും അവിടെ ചെന്നിട്ട് ഇയാളെ ഒന്ന് പറഞ്ഞ് ഏരിയാക്കുന്നൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവില്ല. ഇവിടെ ഏരിയാക്കണമെങ്കിൽ ഇയാളോട് പലതും പറയാൻ പറ്റിയിട്ടില്ല. എപ്പോ നോക്കിയാലും കണ്ണുടച്ചിട്ട് സമാധിയാണ് പറഞ്ഞിരിക്കുക. കണ്ണ് തുറന്നു എന്ന് കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാൻ പുറപ്പെട്ടുമ്പോഴേക്കും അവിടെ ഇറങ്ങി പുറപ്പെട്ടിട്ട് നേരെ ചുടലക്കളത്തിലേക്ക് ഇരിക്കുക. എന്നിട്ട് അവിടെയുള്ള പ്രേതം, പിശാച് ഇതിന്റെയൊക്കെ തോളത്ത് കൈയിട്ടിട്ട് പുള്ളിച്ചാല് താണ്ടവന്നൊരു പേര്. ഇങ്ങനെ ലോകം മുഴുവൻ പേടിപ്പിക്കാൻ പാകത്തിന് കൂക്കി വിളിച്ച് അട്ടഹസിച്ച് ഇതൊന്നും പോരാഞ്ഞിട്ട് അവിടെ ഇതിനു മുമ്പ് സമാധിയായിട്ട് പോയത്, സമാധിയിലേക്ക് പോയത് എപ്പോഴാണോ അത് തൊട്ട് ഇപ്പൊ സമാധി ഉണർന്നത് എപ്പോഴാണോ അതുവരെയുള്ള ശവങ്ങളൊക്കെ സംസ്കരിച്ചതിന്റെ ഒക്കെ തലയോട്ടി എടുത്തിട്ട് അത് പുറത്ത് മാറി മാറ്റി കഴിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് ഇയാൾ. എന്നിട്ട് ഇതിനൊക്കെ മഹാദേവൻ പേര്. ഈ ചുടലക്കളത്തിലെ ഭസ്മവും ഇയാളെയൊക്കെ ഞാൻ പറയട്ടെ, ഈ യോഗം എന്നല്ല, ഇയാളെയൊക്കെ മഹാദേവൻ 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 എന്നും പറഞ്ഞ് കീർത്തിച്ച് ഒരു സ്ഥാനം കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ ഓർമ്മ. അതായത് ഇയാൾക്ക് യാഗഭാഗം പോലും ഒരുത്തരം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് ദക്ഷണി പറഞ്ഞ് അവസാനം ഒരു ശാപം കൂടി കൊടുത്തിട്ട് അവിടെ നല്ല യോഗം തീരുമാനം. എന്തിനോ വിളിച്ചുകൂട്ടിയ യോഗം, ശിവനെ ശപിക്കലോട് കൂടിയുടെ യോഗം ഇങ്ങനെയാണ് അവസാനിച്ചു. ലക്ഷം അധ്യക്ഷൻ തന്നെ ഇറങ്ങിപ്പോയാൽ പിന്നെ എന്ത് യോഗം? ആൾക്കാർ പതുക്കെ നാല് ഭാഗത്തേക്ക് നോക്കാൻ തുടങ്ങി. മഹാദേവൻ എന്തായാലും തീരുമാനിച്ചു, ഇപ്പൊ യോഗത്തിൽ പോയേക്കാം. മഹാദേവനും ഇറങ്ങി. മഹാദേവന്റെ പിന്നാലെ ഭൂതഗണങ്ങൾ ഇറങ്ങുന്നു. ആ സമയത്താണ് ദക്ഷൻ മഹാദേവനെ ചീത്ത പറഞ്ഞപ്പോ നിന്ദിച്ചിരുന്നതായിട്ടുള്ള ദക്ഷൻ നിന്ദിച്ചപ്പോ അനുകൂലിച്ചിരുന്നതായിട്ടുള്ള എല്ലാവരും കൂടി ഉത്സാഹമായിട്ട് ചാടിയെടുത്തു. ആദ്യം ചെയ്തു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതും ഉത്സാഹമായിട്ട് കേൾക്കാൻ പുറപ്പെട്ടുള്ളൂ. അവർക്കൊക്കെ ഈ മഹാദേവൻ അവിടെ ഉണ്ടായിരുന്നതും ഉണ്ടാകുന്നില്ല. മഹാദേവനെ നിന്ദിക്കുമ്പോൾ അവിടെ ഭൂതഗണങ്ങളുണ്ട്. അവർക്കാണെങ്കിൽ മഹാദേവൻ ഉള്ളത് കൊണ്ട് മാത്രം ഉണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇവർ ആദ്യം പറഞ്ഞതിന്റെ പിന്നാലെ ദക്ഷന്റെ തലയെടുത്തന്നെ. മഹാദേവൻ ഉണ്ടാതിരിക്കുമ്പോ നമ്മളെ എങ്ങനെയാ കൈകാര്യം ചെയ്യാൻ ആലോചിച്ചിട്ട് അവര് മഹാദേവൻ പുറത്തിറങ്ങി. അപ്പോഴേക്കും ഇവരൊക്കെ കൂടി ചാടി കഴിഞ്ഞിട്ട് ദക്ഷം അതിനെന്താ തെറ്റ് എന്നൊക്കെ പറഞ്ഞ് കളഞ്ഞു തുടങ്ങി. ഇത് കേട്ടു ഭൂതഗണങ്ങൾ. അത് ശരി, ഇയാൾ ഒറ്റയ്ക്കല്ല, ഇയാളെ അനുകൂലിക്കാൻ വേറെ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലായപ്പോ എന്തായാലും ഇപ്പൊ മഹാദേവൻ അവിടെ ഇല്ലല്ലോ, ഇറങ്ങിയില്ല. ഇനിയിപ്പോ നമുക്ക് ആവാന്നുള്ളതൊക്കെ ദക്ഷപക്ഷവാദികൾ, ഈ ദക്ഷനെ അനുകൂലിച്ചതായിട്ടുള്ള ആൾക്കാർക്കെതിരെ ഭൂതഗണങ്ങളുടെ ആദ്യത്തെ ശാപം വീണു. ദക്ഷൻ മഹാദേവനെ നിന്ദിച്ചപ്പോൾ അനുകൂലിച്ചവർ ആരൊക്കെയാണോ അവർക്കൊക്കെ അന്തർഭംഗങ്ങൾ വരട്ടെ. വെറുതെ ഒരു ശാപം. ശാപം കിട്ടിയപ്പോ അവർ പറഞ്ഞു, ദക്ഷൻ പറഞ്ഞതല്ലേ കാര്യം, ഞങ്ങളുടെ അഭിപ്രായം അതിനാണ്, ആനുകൂല്യം പറഞ്ഞു തന്നെയുള്ളൂ, ഞങ്ങളെ പോയി ശ്രമിക്കുന്നത് എന്തിനാ, ഇതിന് പകരം നിങ്ങളെ കലിയുഗത്തിൽ ഈശ്വരനില്ല എന്ന് പറയണം, ഈശ്വരവാദികളാവും എന്ന് പറഞ്ഞ് ഭൂതഗണങ്ങൾക്ക് തിരിച്ചു ശാപം. ഈശ്വരനില്ല എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ഞങ്ങളുടെ കൂടെ നിങ്ങൾ കലിയുഗത്തിൽ ജനിച്ച് ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞ് വേദാദികളെ ശാസ്ത്രവാദികളൊക്കെ പഠിച്ച് അതിനെയൊക്കെ വിറ്റ് മറ്റുള്ളവരെ പറ്റിച്ച് നടന്നവരാണ്, ഈശ്വരനെ ഇവരെ കച്ചവടം ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഇവരെ വീണ്ടും ശ്രമിച്ചു. ഇവര് പിന്നെയും ശ്രമിക്കാൻ പുറപ്പെടുമ്പോഴേക്കും പിന്നെ ഭൂതഗണങ്ങളെ ഗ്യാപ്പ് കൊടുത്തില്ല. പിന്നെ അവരെ ശാപത്തോട് ശാപമായിരുന്നു.
ഈ മഹാദേവനെ നിന്ദിച്ചതായുള്ള ദക്ഷന്റെ തലപോകും പ്രസ്തമുഖവും ചെയ്യാൻ ആ താമസം ചെയ്യാണ്ട് ആടിന്റെ തല വെക്കേണ്ടി വരും. ആ തലയും കൊണ്ട് ജീവിതം കഴിഞ്ഞ് ഈ ജന്മം കഴിഞ്ഞ് പ്രാരബ്ധ ജന്മങ്ങൾ എടുക്കും. ആ ജന്മത്തിൽ വീണ്ടും ഇയാൾ പ്രാരബ്ധങ്ങളെ വരുത്തിയിരിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശാപത്തോട് ശാപം അവസാനം ഭൂതഗണങ്ങൾ അവനിറങ്ങി ശിവൻ എന്താ ചെയ്തിട്ട് ഒരു വലിയ ശാപകോലാഹലമായിട്ട് അത് മാറി. കാലം കടന്നുപോയി. ആരും മഹാദേവന് യാഗഭാഗം കൊടുത്ത് യാഗം ചെയ്യാൻ തയ്യാറാവുന്നില്ല. യാഗഭാഗം മഹാദേവന് കൊടുക്കാതെ യാഗം ചെയ്താൽ ശരിയാവില്ല, നന്നാവില്ല. ഇത് അറിവുള്ളവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവരാരും പുറപ്പെട്ടില്ല. കൊടുക്കാതെ ചെയ്തുകൂടെ എന്നാണെങ്കിൽ യാഗം നേരെയാവില്ല. എന്നാ കൊടുത്തിട്ട് അവർ ചെയ്തുകൂടെ, എന്താ പറഞ്ഞു ദക്ഷിണം നോക്കില്ല, അയാൾ പറ്റിയാന്ന് പറഞ്ഞു. യാഗം ചെയ്യാൻ പിടിക്കുക ഭേദം. കഴുത്തിലുള്ള തലവടി നോട്ടേന്നും പറഞ്ഞതിൽ ദക്ഷിണ എടുക്കും, അല്ലെങ്കിൽ തന്നെ തന്നെ പോകും. അങ്ങനെ ആരും യാഗം ചെയ്യാത്തതിന്റെ കാരണം ചിന്തിച്ചപ്പോ മനസ്സിലായ ദക്ഷൻ താമസിക്കാതെ തന്നെ ചെയ്യാന്ന് പറഞ്ഞൊരു യാഗം തയ്യാറായി. ബൃഹസ്പതി സമം എന്ന വലിയ യാഗം. ആ യാഗത്തിന് കൈലാസം അടക്കം എല്ലാവരെയും ക്ഷണിച്ചു. കൈലാസം ഒഴികെ എല്ലാവരെയും ക്ഷണിച്ചു. ക്ഷണമൊക്കെ കിട്ടിയിട്ട് ആകാശത്തിലൂടെ പലരും യാഗത്തിന് പോകുന്ന സമയത്തുള്ള വർത്തമാനങ്ങൾ കേട്ടിട്ടാണ് സതീദേവിക്ക് കാര്യം തന്നെ മനസ്സിലാവുന്നത്. സതീദേവി വന്ന് മഹാദേവനോട് യാഗത്തിന് പോകാൻ അനുവാദം ചോദിച്ചു. മഹാദേവന് അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കുക. അന്ന് നടന്ന ശാപകോല കുറെ കാലമായിട്ട് നടന്നിട്ട് ഇപ്പോഴേ ഇത് യാഗത്തിലേക്ക് എത്തുള്ളൂ. പക്ഷെ അതൊക്കെ സതിയോട് പറഞ്ഞിട്ട് വെറുതെ എന്തൊരു വിഷമം ഉണ്ടാക്കണ്ടാതിട്ട് മഹാദേവനൊന്നും ഇല്ല. ഒന്നും മറച്ചു വെക്കണം വെച്ചിട്ടല്ല, പറയുന്നതോട് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വേണ്ടിയില്ല. ഇപ്പൊ പക്ഷെ പറയേണ്ടി വന്നു. അന്നത്തെ ശാപകോലാഹലത്തിന്റെ ബാക്കിയാണിത്. ഇതിപ്പോ നമ്മളെ അപമാനിക്കുന്നത് തന്നെയാണ് ഉദ്ദേശം. അതുകൊണ്ട് പോണോന്ന് വിളിക്കാത്തിടത്തേക്ക് പോണോന്ന് മഹാദേവൻ. സതീദേവിക്ക് പോകണമെന്ന് അഭിപ്രായം ഉണ്ട് എന്ന് മനസ്സിലായി. മഹാദേവൻ അവസാനം തീർത്ത് പറഞ്ഞു, പോണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഇനി അവനവന്റെ വീട്ടിലേക്ക് ഭാര്യയെ പറഞ്ഞു വയ്ക്കാത്ത മർക്കടനായ ഭർത്താവാണ് അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത്ര മുരടാനൊന്നുമല്ല ഞാൻ. അവനവന്റെ ഇടയ്ക്ക് പോകണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഒരു യാഗമാണ്, സത്കർമ്മമാണ്. അങ്ങനെയുള്ളിടത്തേക്ക് വിളിക്കാണ്ട് പോകണം, അതിനും ഞാൻ എതിരല്ല. പക്ഷേ ഇതിന്റെ ഉദ്ദേശം വേറെ ആയതുകൊണ്ട് പോകണം എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ എന്തായാലും ഇല്ല. ഭഗവതി പോണതിനോട് എനിക്ക് വിരോധമില്ല. പോകണ്ടെന്ന് ഞാൻ പറയില്ല. പൊക്കോന്ന് നിന്നെ കൊണ്ട് പറയാനും ഇല്ല. പോയാലും ഒരു പക്ഷേ അത് മരണത്തിന് പോലും കാരണമായേക്കാം എന്നും പറഞ്ഞ് ഏതാവത് വിരരാമശങ്ക ഇത്രയും പറഞ്ഞ് മഹാദേവൻ വാക്കടച്ചു, വായടച്ചു, കണ്ണു അടച്ചു. ഒറ്റയടിക്കാൻ പറയുക മതി. ഇനിയിപ്പോ കുരുത്തി വിളിച്ചിട്ട് ചോദിക്കുന്നില്ല. ഒന്നും പറയുന്നത് എന്തെങ്കിലും പോകാൻ പറയാ, നീ പോകാന്ന് പറയുക. ഇതെന്താ അങ്ങനെ ചോദിച്ചാൽ സതി പോണം. സതീദേവിയുടെ ദേഹം വീണ് പോകാനുള്ള സമയമായിട്ടുണ്ട്. യാഗത്തിന് പോയാലും പോയില്ലെങ്കിലും അത് സംഭവിക്കും. ഇവിടെ ഇരുന്നിട്ട് ദേഹം ഉപേക്ഷിക്കുമ്പോൾ യാഗം ദക്ഷൻ എന്ന് വിചാരിച്ചിട്ട് ദേഹം വിട്ടാൽ അഹങ്കാരമുള്ള ജന്മത്തിൽ കിട്ടും. അവിടെ പോയാൽ സ്വാഭാവികമായിട്ടും എന്താ ഉണ്ടാവുക മഹാദേവന് അറിയാം. അപ്പൊ തന്നെ സതീദേവി ഓർത്തിട്ട് തന്നിലേക്ക് തന്നെ എത്തണം. അതിനാണ് പോണെങ്കിൽ പൊക്കോളും, പോവാണ്ടിരുന്നാൽ നല്ലതെന്നൊക്കെ പറഞ്ഞു വെച്ചത്. സതീദേവി അവസാനം അവിടെ ചെന്ന് ദക്ഷനോട് മഹാദേവന്റെ മഹത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ ചെല്ലുമ്പോ അമ്മയും സഹോദരിമാരും ഒക്കെ സതിയെ സ്വീകരിക്കാൻ വന്നു വെച്ചാലും സതിക്കതായ അറിയേണ്ടത് മഹാദേവന് യാഗഭാഗം ഉണ്ടോ ഉണ്ട്, അതാണ് ആദ്യം അറിയേണ്ടത്. അതിനെ നോക്കിയപ്പോഴാണ് മഹാദേവന് യാഗഭാഗം കൊടുക്കുന്നിടത്ത് ശൂന്യമായി കിടക്കുന്നത് കണ്ടു. അരുദ്രഭാഗം, രുദ്രഭാഗം ഇല്ലാത്തതായിട്ടുള്ള യജ്ഞമാണ് എന്ന് മനസ്സിലായി. ഇത് ശരിയാവില്ല തോന്നി. നിറഞ്ഞ സദസ്സാണ് അവിടെ. ഉയർന്നൊരു പീഠത്തിന് എല്ലാവരും കേൾക്കാൻ പാകത്തിന് കാണാൻ പാകത്തിന് ഒരു പീഠത്തിന് കയറി നിന്ന് അപ്പോഴേക്കും ദക്ഷൻ വന്നു. ഓ എഴുന്നില്ലേ, ആ കുടിക്കാത്തോ. ഇതാണ് ദക്ഷന്റെ ഒരു മുഖഭാവം. ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലാണ്ട് പഴയ പോലെ ഇളയ മകൾ വന്ന സന്തോഷവും ദക്ഷനിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല. മഹാദേവന്റെ പത്നിയാണ് താൻ ഉള്ളതിന്റെ പേരിൽ തന്നെ ഇപ്പൊ മഹാദേവനോടുള്ള ദേഷ്യമൊക്കെ തന്നോടുണ്ടാവും എന്ന് ശ്രദ്ധിക്കുക. പക്ഷെ അച്ഛനെയാണ് തിരുത്തേണ്ടത്, ബാക്കിയുള്ള ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല.
അച്ഛനെ തന്നെ മുഖമാക്കി വെച്ച് ലോകത്തിനോടായിട്ട് മഹാദേവന്റെ മഹത്വത്തെ പറഞ്ഞു. യദ്വക്ഷരം നാമഗിരേരിതന്ത്രാം സതപ്രസംഗാരകമാസുഹന്തിതത് പവിത്രകീർത്തിം താരണ്യശാസനം ഭവാനഹോ ദ്വേഷ്ടി ശിവം ശിവേതരഃ. രണ്ടേ രണ്ടക്ഷരം യക്ഷരം നാമ, രണ്ടേ രണ്ടക്ഷരമുള്ള നാമമാണ് ശിവ എന്ന നാമം. ഈ രണ്ടക്ഷരമുള്ള നാമങ്ങൾ ഏറ്റവും അധികം ഉള്ളത് ശിവനാണ്. ശിവൻ, രുദ്രൻ, ഹരൻ എന്ന് പറഞ്ഞു തുടങ്ങിയ ഇഷ്ടം പോലെയാണ്. ശിവസഹസ്രനാമം എടുത്ത് നോക്കിയാൽ കാണാം രണ്ടക്ഷരമുള്ള അനവധി നാമങ്ങൾ. മറ്റ് ഏത് ദേവതയ്ക്കുള്ളതിനേക്കാളും ശിവനാണ് കൂടുതൽ ഉണ്ടാവുക. ആ ശിവ എന്ന രണ്ടക്ഷരമുള്ള നാമം ഒന്ന് സകൃത്പ്രസംഗ, ഒറ്റത്തവണ അറിഞ്ഞു ജപിച്ചാൽ അഘമാശുഹന്തിതത്, അതുവരെ ചെയ്ത പാപങ്ങൾ ആ നിമിഷത്തിൽ നശിച്ചു. അത്ര മഹത്വം ശിവനാമത്തിനുണ്ട്. മഹാദേവനത്ത മഹത്വം ഉണ്ടാവും. ആ മഹാദേവന്റെ പ്രവൃത്തികളെ, ചെയ്തികളെ, രൂപത്തിനെ, ആടയാഭരണങ്ങളെ ഒക്കെ അച്ഛൻ നിന്ദിച്ച് സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. പവിത്രമായ കീർത്തിയുള്ള ആളാണ് മഹാദേവൻ. ആ മഹാദേവനെ കുറിച്ച് അച്ഛൻ ഒരാൾ ചീത്തപ്പേര് പറഞ്ഞത് കൊണ്ട് മഹാദേവന് ചീത്തപ്പേരൊന്നും ആവാൻ പോകുന്നില്ല. ഈ ലോകത്തില് അച്ഛൻ ഒരാളെ വിളിച്ച് ആരും മഹാദേവന്റെ ഈ കാര്യങ്ങളിൽ ഒന്നും ഒരു കുറ്റവും കണ്ടിട്ടില്ല. അപ്പൊ അച്ഛന് മാത്രമേ തോന്നുള്ളൂ വെച്ചാൽ നോട്ടം അച്ഛൻ്റെ കുഴപ്പം. ഇപ്പൊ അതിനെയൊക്കെ എതിർത്തിട്ട് യാഗഭാഗം കൊടുക്കില്ല എന്നൊക്കെ അച്ഛൻ പറയുന്നു. നടക്കുന്നുണ്ടല്ലോ. അലംഘ്യ ശാസനനാണ് മഹാദേവൻ. മഹാദേവന്റെ ശാസനങ്ങളെ മറികടക്കാനുള്ള അന്തകന് പോലും കൽപ്പില്ല എന്നിരിക്കെ മഹാദേവന് യാഗഭാഗം കൊടുത്തുകൊണ്ട് നിശ്ചയിക്കപ്പെട്ട യാഗാദികളിൽ മാറ്റം വരുത്തി രുദ്രഭാഗം ഇല്ലാതെ നടത്താൻ അച്ഛനുണ്ട്. ഇതിലൂടെ അച്ഛൻ ചെയ്യണതുണ്ട് ശിവം ദ്വേഷ്ടി, ശിവനെ ദ്വേഷിക്കുന്നു. ഇതിലെനിക്ക് ഒന്നേ ഉറപ്പ് പറയാമല്ലോ, ശിവേതര മംഗളങ്ങൾ ഇല്ലാതായാൽ അവനാണ് മംഗളസ്വരൂപനായ ശിവനെ നിന്ദിക്കാൻ തുടങ്ങി. അച്ഛന്റെ മംഗളങ്ങൾ നശിച്ചു എന്നുള്ളതിന്റെ തെളിവാണ്. മഹാദേവന്റെ മഹത്വം എന്ന് വെച്ചാൽ മനസ്സിലായിട്ടില്ല. ആ മഹാദേവന്റെ പാദങ്ങളിൽ കോളത്തല അർച്ചിച്ചതായ അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു. അച്ഛന്റെ ചിന്തയുടെ, സങ്കല്പത്തിന്റെ ഒക്കെ അപ്പുറത്ത് നിൽക്കുന്ന മഹത്വമാണ് മഹാദേവനുള്ളത്. മഹാദേവനെ സ്വീകരിക്കണം, യാഗഭാഗം കൊടുക്കണം. അങ്ങനെ നടന്നു വന്ന കീഴ്വഴക്കങ്ങൾ അതുപോലെ തന്നെ നിലനിൽക്കണം. അല്ലാതെ ശിവനിന്ദ ചെയ്യുന്ന ഒരാളായിട്ട് അച്ഛൻ മാറുമ്പോൾ അച്ഛനെ അറിഞ്ഞും അന്ധമായിട്ടും വിശ്വസിക്കുന്നതായിട്ടുള്ള പിന്തലമുറക്കാരൊക്കെ തന്നെ ശിവനിന്ദ ചെയ്യുന്നവരായിട്ട് മാറില്ലേ? ഈ ലോകത്തിൽ ശിവനിന്ദ ചെയ്യുന്ന ഒരു വൃന്ദം ഉണ്ടായി വരില്ലേ? അതിനൊക്കെ അച്ഛനൊരു കാരണക്കാരനാകും. അതായത് ഏതൊക്കെ സതീദേവി പറഞ്ഞു നോക്കി, അക്ഷരം കൊടുക്കില്ല, തിരിച്ചു കിടന്ന് ഇറങ്ങിപ്പോയി. ഈശ്വരനിന്ദയുള്ളിടത്തേക്ക് ചെല്ലുക, ചെന്ന് പെട്ടാൽ ഉടനെ വന്ന് ഇറങ്ങിപ്പോ, അതാണ് വേണ്ടത്. പക്ഷേ ഇനിയിപ്പോ കൈലാസത്തിൽ തന്നെ പോകണ്ടേ? അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദാക്ഷായണി എന്നൊരു വിളിക്കും മഹാദേവൻ. ഇടക്കിടയ്ക്ക് പതിക്കുള്ള ദക്ഷമുക്തി എന്നാണ് ദാക്ഷായണി എന്നുള്ള വാക്കിന്റെ അർത്ഥം. ഈ ദാക്ഷായണി ഇടക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് സമർത്ഥനായ അച്ഛന്റെ മകൾ എന്ന് എനിക്കൊരു അഭിമാനം തോന്നാറുണ്ട്. ഇനിയിപ്പോ അത് തോന്നില്ല. അഹങ്കാരത്തോടു കൂടിയിട്ട് ശിവനിന്ദ ചെയ്യുന്നവന്റെ മകളാണല്ലോ ഞാൻ, എന്താ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ആ ഒരു ഉള്ളിൽ ഇങ്ങനെ ഒരു കുത്തലുണ്ട്. അങ്ങനെ ഒരാളായിട്ട് എനിക്ക് മഹാദേവന്റെ പാദത്തിൽ മനസ്സറിഞ്ഞൊരു ഗോളത്തിൽ അർച്ചിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും പോണില്ല എന്ന് സതിയെ തീരുമാനാക്കി. സതീദേവി തന്റെ ശരീരത്തെ അഗ്നിയെയും വായുവിനെയും പോഷിപ്പിച്ച് അതിലേക്ക് ഇരയാക്കി ഒരുപടി ഭസ്മമായിട്ട് മാറി മഹാദേവന്റെ പാദങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ട് വേറെ ഒന്നിനെയും ഈ ലോകത്തിലുള്ളത് ചിന്തിച്ചില്ല. മഹാദേവന്റെ പാദങ്ങളെ സ്മരിച്ച് ദേഹം ഉപേക്ഷിച്ചു സതീദേവി. എന്നിട്ടും ഒരു കുലുക്കം അവിടെ ഉണ്ടാവില്ല. മഹാദേവൻ ഈ വിവരം അറിഞ്ഞ് ഇരിക്കുന്നിടത്തിരുന്ന മഹാദേവനൊക്കെ മനസ്സിലാവുള്ളൂ. എന്നിട്ടൊന്നും അറിയാത്തവനെ പോലെ ഇരിക്കുകയാണ്. അപ്പോഴാണ് നാരദൻ വന്നിട്ട് മഹാദേവനോട് ഒരൊറ്റ വാചകം പറഞ്ഞിട്ട് പോയി. ഭാര്യ കത്തിപ്പോയി ഇരിക്കണുണ്ടാവും. അപ്പടങ്ങി മഹാദേവനാണ്. നാരദൻ എന്തിനാ അത് പറഞ്ഞതെന്നാ? പുറമേ നിന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ എന്താണ്?
ദക്ഷൻ മഹാദേവന് ഇതിനെ ഘോരഘോരം പ്രസംഗിക്കുന്നു. സതീദേവി ഇത്ര കാലം ശിവഭജനം ചെയ്തിട്ട് മഹാദേവന്റെ മഹത്വത്തെ ലോകമറിയാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് അവസാനം കത്തിപ്പോയി. ശിവൻ ഇന്ദ ചെയ്ത ദക്ഷന് യാതൊരു കോട്ടവും തട്ടിയില്ല. വിവരമില്ലാത്തവന്മാർ ഏത് കാലത്തും ഉണ്ടല്ലോ. ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് എന്താ തോന്നുക, അയ്യോ ശിവായും ജയിക്കട്ടെ എപ്പോഴാണ് കത്തുകയില്ല എന്ന് പറഞ്ഞ് ഈ വക മണ്ടത്തരം ഉണ്ടാവാൻ അത്ര നേരം വേണ്ടു. ശിവനിന്ദ ചെയ്താൽ, ഈശ്വര നിന്ദ ചെയ്താൽ അതിന്റെ ഫലം എന്താണ് എന്നുള്ളത് അത് ലോകം മനസ്സിലാക്കണം. മഹാദേവന്റെ ഉള്ളിലുള്ള സങ്കല്പം ആർക്കും മനസ്സിലാവില്ല. സതി അവിടെ പോയി ശിവനെ ചിന്തിച്ച് ദേഹം ഉപേക്ഷിച്ച് ഈ അടുത്ത ജന്മത്തിന് മഹാദേവന് പ്രിയമുള്ളവളായിട്ട് തന്നെ ജനിക്കുമെന്നും തനിക്ക് വീണ്ടും സ്വീകരിക്കാമെന്നുമുള്ള മഹാദേവന്റെ സങ്കല്പം ആരെങ്കിലും അറിയുമോ? അത് അറിഞ്ഞാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. പുറമേ കാണുന്നതാണ് എല്ലാവരുടെയും മുമ്പിൽ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ശിവനിന്ദ ചെയ്താൽ എന്താ ഉണ്ടാവുക എന്നുള്ളത് നാരായണൻ അറിയണമല്ലോ. അതിനാണ് നാരദൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. മഹാദേവന് കാര്യം മനസ്സിലായത് കൊണ്ട് വളരെ ശാന്തനായിട്ടിരിക്കുക. വിചാരിച്ചു പോണ കാര്യം നടന്നു. സതി തന്റെ അടുത്തേക്ക് എത്തിക്കോളും. അങ്ങനെ ഇരിക്കുന്നിടത്താണ് ആ നാരദൻ പറയുക. അപ്പൊ ഇനി എന്ത് വേണമെന്ന് അറിയിച്ചു. ക്രോധമപാരമാതേ, ഇല്ലാത്ത ക്രോധത്തിനെ സ്വീകരിച്ചു മഹാദേവൻ. ഒട്ടും ദേഷ്യമില്ലാത്ത ഇരിക്കുകയാണ്. ശാന്തമായിട്ട് ഇരിക്കുന്നിടത്ത് എണീക്കുന്നു. ചട്ടാമുടിച്ച് അവിടുന്ന് ഒന്നും കൂടെ അലറി. അതിന്റെ പിന്നാലെ ക്രോധത്തിനെ സ്വീകരിച്ചു. താണ്ഡവമാടി ചട്ടാമുടി വിട്ട് ചടിച്ചു. വീരഭദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ഭൂതഗണങ്ങൾക്കൊക്കെ നീയാണ് സേനാധിപൻ. ദക്ഷം സയജ്ഞം ജഹി, യജ്ഞത്തോട് കൂടിയിട്ട് ദക്ഷനെയും കൂടി തീർത്തോളാൻ പറഞ്ഞു. നേരെ പട വന്ന് ദക്ഷ യജ്ഞശാല മുഴുവൻ തകർത്ത് യാഗമൃഗങ്ങളെ കഴിച്ചുവിട്ട് ഹോമകുണ്ടങ്ങളൊക്കെ വൃത്തികേടാക്കി മഹാദേവനെ നിന്ദിച്ചതിന് കൂട്ടുനിന്നവർക്കൊക്കെ അംഗഭംഗം വരുന്ന ഭൂതഗണങ്ങളുടെ ശാപം. അതിനനുസരിച്ച് ഓരോരുത്തർക്ക് തെരഞ്ഞു പിടിച്ചിട്ടാണ്. ചിരിച്ചവന്റെ പഞ്ഞു നെല്ലി കുറിച്ചു. താടി തടവേണ്ട താടി മുഴുവൻ കുഴപ്പമില്ലാതെ പകുതി വെച്ച് കളഞ്ഞു. കണ്ണ് ഉരുട്ടി പിടിച്ചിരുന്നവന്റെ കണ്ണ് ചൂടുന്നെടുത്തു. ആടിയിരുന്നവന്റെ നടുവിൽ തുറന്നുകൊണ്ട് ആട്ടം നിന്നു. ആടാണ്ടിരുന്നവൻ ഒന്ന് കിട്ടി പാടാൻ തുടങ്ങി. ഇപ്പൊ നിൽക്കുന്നില്ല. ഇങ്ങനെ കൈ ഉറപ്പിച്ചവന് കിട്ടി, കാല് ഉറപ്പിച്ചവന് കിട്ടി. ഏതേത് അവയവങ്ങളെ കൊണ്ട് ശിവനിന്ദ ചെയ്തോ അല്ലെങ്കിൽ അതിനനുകൂലിച്ചോ അതിനൊക്കെ കേടുവരുത്തി ദക്ഷന്റെ തല തന്നെ പിരിച്ചെടുത്തു. അത് അറിഞ്ഞു ദക്ഷൻ ദക്ഷിണാഗ്നിയിലേക്ക് ഹോമിച്ച് തിരിച്ചു പോകും. അതിന്റെ പിന്നാലെയാണ് കൈയൊളിഞ്ഞവര് കാലൊളിഞ്ഞവരൊക്കെ കൂടിയിട്ട് ബ്രഹ്മാവിനെ കൂട്ടിപ്പിടിച്ചിട്ട് ഹരഹരരുദ്ര മഹാദേവ ശംഭോ രുദ്ര മഹാദേവ എന്ന് പറഞ്ഞ് കൈലാസത്തിന് മഞ്ഞുമല കയറുന്നത്. കൈലാസത്തിന്റെ മനോഹരമായിട്ടൊരു വർണ്ണതയൊക്കെ ഉണ്ടാവാൻ അതിപ്പോ പറയാൻ സമയമില്ല. ചതുർത്ഥ സ്കന്ധത്തിൽ 6ാമത്തെ അധ്യായത്തിൽ രസമായിട്ട് പറയുന്നുണ്ട്. അനവധി ഔഷധികളുണ്ട് ഈ മഹാദേവനെ കാണാനുള്ള വഴിയുടെ 2 ഭാഗത്ത്. അതിൽ തട്ടി വരുന്നതായിട്ടുള്ള കാറ്റൊക്കെ ഏറ്റിട്ടാണ് കൈയും കാലും പൊടിഞ്ഞവന് വലിയ വേദനയൊന്നുമില്ലാണ് അതിന് കയറാൻ പറ്റിയത്. അവിടെ ചെന്നപ്പോ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ട് ദർശനം നൽകി. ഒരെണ്ണത്തിനെ കാണാൻ വയ്യ. ആ കോലത്തിലാക്കി വെച്ചിട്ടുണ്ട് വീരഭദ്രൻ. ആകെ കണ്ടാൽ മനസ്സിലാവുന്ന ഒരാള് ബ്രഹ്മാവ് മാത്രമാണ്. ബ്രഹ്മാവ് അടുത്തൊക്കെ വേണ്ടി സംസാരിച്ചു. മറ്റൊക്കെ സംസാരിച്ചാൽ തന്നെ മര്യാദയ്ക്ക് വാക്കൊന്നും വരാത്ത അവനായിരിക്കണം. അടിച്ചിട്ട് പല്ലൊക്കെ കൂടി കളഞ്ഞു. എങ്ങനെ വർത്തമാനം പറയും? അവസാനം ഇവരുടെ ഒന്നും മനസ്സ് ഇവിടെ നേരിയായിട്ടൊന്നുമില്ല. അവരവന്റെ കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, വലുത് പോയി, താടി പോയി. ഈ സങ്കടം പറയാൻ വന്നേക്കാണ്. ആരോട് പറയുന്നതാരോ? മഹാദേവന്റെ അവസ്ഥ. മഹാദേവന്റെ ഭാര്യയാണ് ആ കത്തിപ്പോയത്. എന്നിട്ട് ആ മഹാദേവനോട് എന്റെ കല്ല് പോയി എന്ന് പറയുമ്പോ പറയണമെന്ന് ആലോചിക്കുന്നു. മഹാദേവന് സതീദേവി പോയത് ഒരു വിഷയമാണോ ഇല്ലയോ? മഹാദേവന്റെ സങ്കല്പതായിരുന്നു. ഇതൊക്കെ വേറെ വിഷയം. കുറഞ്ഞ പക്ഷം ഞാൻ പോയി സങ്കടം പറയുമ്പോ അയാളുടെ അവസ്ഥ എന്താണ് അറിയുന്നത്? ഭാര്യ മരിച്ച് സങ്കടമായിട്ടിരിക്കുന്ന ഡോക്ടറുടെ അടുത്ത് ആരെങ്കിലും പോകും? ധൈര്യമായിട്ട് എടുത്തിട്ട് പോയില്ല. അയാൾ ആ മാമിന് എന്ത് മരുന്ന് എഴുതുന്ന ആരാ കണ്ടത്? ഒരു മഞ്ഞില്ല അറ്റ്ലീസ്റ്റ് അയാളുടെ പ്രശ്നം ചികിത്സയൊക്കെ വീണ്ടും തുടങ്ങിയോ എന്നൊക്കെ അന്വേഷിക്കാൻ ഒരാളെ ഡോക്ടറെ കാണാൻ പോകില്ല. മഹാദേവൻ വൈദ്യനാഥനാണ്. സങ്കല്പം കൊണ്ട് ഇതൊക്കെ നടക്കും. പ്രത്യേകിച്ച് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട വിഷയമൊന്നും വരാനില്ല. ഡയഗ്നോസിസ് ഒന്നും കണ്ടല്ലോ. എന്താ ഉണ്ടായി എന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഒന്ന് കണ്ണടച്ച് തുറന്നു എല്ലാവരുടെയും വേദനകളൊക്കെ മാറി. ഒടിഞ്ഞു കൈ ആടിക്കൊണ്ടിറങ്ങി. അതൊരു അടയാളമാണ്. ഈശ്വര നിന്ദ ചെയ്യുന്നവന് ഇതാണ് ഫലം എന്ന് വരണം. അവരറിയണം. അയ്യോ പല്ലില്ലാതെ ഞാനെന്താ ചെയ്യാ? അരച്ച് തിന്നാണ്. പല്ല് മുളക്കണതിന് മുമ്പ് തിന്നാറുള്ളൂ. അത് ഇങ്ങനെ വേണ്ടു. അങ്ങനെ പൂഷാവെന്നുള്ളത് എന്നാൽ അന്ന് മുതൽ പിഷ്ടാതെ അരച്ച് തിന്നു.
ഭഗന്റെ കണ്ണു പോയി. ഞാൻ തന്നിരിക്കും, കണ്ണുള്ളവരോട് ചോദിക്കാം, എന്നിട്ട് തൊടാ മതി. ഇങ്ങനെ ഓരോരുത്തർക്കും പ്രഭു പറയുന്നത് എന്റെ താടി പോയി, ഒന്നിൽ ബാക്കി കളയുക, അല്ലെങ്കിൽ ഉള്ളിടത്ത് ഇതിനൊപ്പം ആടിന്റെ ഇട്ട് വെച്ച് ഒട്ടിക്കുക. ഈ പുറത്ത് ഇങ്ങനെ വലിയ വൃത്തിയുണ്ടായിട്ട് കാര്യം, അകത്ത് മനസ്സാ നേരെയാവേണ്ടത് എന്ന് പറഞ്ഞു കൊടുത്തു മഹാദേവൻ. അത് ബ്രഹ്മാവ് പറഞ്ഞു, ദക്ഷൻ തലയെന്ന് കൊണ്ടു കിടക്കുന്നു. ഇവർക്ക് തല പോകാത്തോണ്ട് ഇത് വരാൻ പറ്റി, ഇനി എന്താ ചെയ്യുക എന്ന് അങ്ങോട്ട് പോവാതെ അവിടെ വന്ന് ദക്ഷനെ ജീവിപ്പിക്കാൻ നോക്കിയപ്പോ തലയൊക്കെ കത്തിപ്പോയി. കിട്ടിയത് ഒരു ആടിന്റെ തലയാണ്, ആടിന്റെയും ആടിന്റെ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വെച്ചു. അങ്ങനെ മഹാദേവൻ ജീവൻ തിരിച്ചു കൊടുത്തു. ജീവൻ തിരിച്ചു കിട്ടിയ ദക്ഷന് കണ്ണു തുറന്നപ്പോ മഹാദേവനെ കണ്ടു. ഉറപ്പാണല്ലോ, തന്റെ ജീവൻ പോയത് താൻ അറിഞ്ഞതാണ്. ഇത് മഹാദേവന്റെ കൃപയാണെന്ന് മനസ്സിലാക്കിയ ദക്ഷൻ വീട് നമസ്കരിച്ച് സ്തുതിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ശബ്ദം ആടിന്റെ വരുന്നത്. എന്താ ഇങ്ങനെ നോക്കി തല തൊട്ട് നോക്കിയപ്പോഴാണ് കൊമ്പൊക്കെ ആടിന്റെ തലയഴിക്കുന്നത്. അപ്പോഴാണ് ശാപം കിട്ടിയത് ഓർമ്മ വന്നത്. താമസം ചെയ്യാണ്ട് ആടിന്റെ തലയഴിക്കേണ്ടി വരും. ആടിന്റെയും അതല്ലേ ചോദ്യം. അങ്ങനെ ആ ശബ്ദം കൊണ്ട് മഹാദേവനെ സ്തുതിച്ചതാണ് പിന്നീട് ശവകമന്ത്രങ്ങളായിട്ട് മഹാദേവൻ സ്വീകരിച്ചത്. അതിന് പിന്നാലെ ഒരു യാഗത്തിനിടയിലാണ് ഈ ബഹളം മുഴുവൻ നടക്കുന്നത്. ഇങ്ങനെ സത്കർമ്മങ്ങൾ തുടങ്ങിയിട്ട് അത് പകുതിയിൽ നിന്ന് കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ അതിന്റെ അനർത്ഥങ്ങൾ അനുഭവിക്കേണ്ടി വരും. അത് വേണ്ടാന്ന് പറഞ്ഞ് വൈഷ്ണവ പുരോടാശൊക്കെ ഹോമിച്ച് ഭഗവാൻ തന്നെ പ്രത്യക്ഷപ്പെട്ടു. അവിടെ വന്ന് ഭഗവാൻ അദ്വൈത സിദ്ധാന്തത്തെ പറഞ്ഞു. അഹം ബ്രഹ്മാച സർവസ്ഥ ജഗതഃ കാരണം പരം. ഞാനും ബ്രഹ്മാവും മഹാദേവനും ഒക്കെ ഈ ലോകത്തിന് കാരണങ്ങളായിട്ട് നിൽക്കുന്നു. സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ലബ്ധേ സംജ്ഞാം ത്രിലോചന. സൃഷ്ടിസ്ഥിതി സംഹാരാദികൾക്കായിട്ട് 3 വേഷങ്ങളെ സ്വീകരിച്ചു. ക്രിയോചിതം ആയി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അതിനനുസരിച്ചൊരു വേഷം സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ ഞങ്ങൾ തമ്മിൽ സത്യത്തിൽ ഒരു തരത്തിലുള്ള ഭേദവുമില്ല. ഉണ്ട് എന്ന് വിചാരിക്കുന്നവൻ തമ്മിൽ തന്നെ കൂടിക്കൊണ്ടിരിക്കാമെന്നല്ലാണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് ഉപകാരമില്ല. മഹാദേവനെ ഭാഗവതം തന്നെ കാണിച്ചത്. മഹാദേവൻ പാർവതിയോട് പറയുന്ന വാചകങ്ങളുണ്ട്. സയേഷ സാക്ഷാത് പുരുഷ പുരാണോ നേത്രകാലോ വിശതേന വേദ. കാലത്തിനും വേദ ഒന്നും പിടികിട്ടാത്തതായ ആ പരമപുരുഷനായുള്ള ഭഗവാനെയാണ് ഞാൻ സദാ ധ്യാനിക്കുന്നത് എന്ന് മഹാദേവൻ പറയും. പ്രപന്നം വാസുദേവം പ്രിയ സപ്രയോഗിനി. ഭഗവന്തം വാസുദേവം പ്രപന്ന സപ്രയോഗിനി. ഇന്ന് രുദ്രഗീതത്തില് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കേൾക്കാനുള്ള ഒരു വാചകമാണ്. ഭഗവാൻ വാസുദേവനെ ശരണം പ്രാപിച്ചവൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് എന്ന് മഹാദേവൻ പറയും. ഗുരുവായൂരപ്പനെ ഭജിക്കാനുള്ള മന്ത്രം രുദ്രഗീതം പ്രചേതസ്സുകൾ എന്ന ഭക്തന്മാർക്ക് ഉപദേശിക്കുന്നതേ മഹാദേവനാണ്. എന്റെ മഹാദേവൻ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ആളെ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്ന ലോക ഗുരു തപസ്സിന് പോകുന്ന പ്രചേതസ്സുകളെ പിടിച്ചെത്തി നിങ്ങൾ ഞാൻ പറഞ്ഞുതരാം എന്നും പറഞ്ഞിട്ട് അവിടെ മഹാദേവന് തന്നെ ഭജിക്കാനുള്ള മന്ത്രം പറഞ്ഞുകൊണ്ടുകൂടെ. അങ്ങനെയല്ലാണ്ട അവര് ഗുരുവായൂരപ്പനെ ഭജിക്കാനാണോ ഞാൻ പറഞ്ഞുതരാട്ടോ എന്നും പറഞ്ഞ് ഭഗവാനെ ഭജിക്കാനുള്ള വഴി മഹാദേവൻ പറഞ്ഞു കൊടുക്കുന്നു. അവര് തമ്മിൽ ഒരു പ്രശ്നമില്ല. വൈകുണ്ഠമൂർത്തിയായിട്ടുള്ള ഭഗവാൻ അനന്തശായിയായിട്ട് കിടക്കുന്ന സമയത്ത് താഴേക്കുള്ള ഒരു കയ്യ് നോക്കിക്കഴിഞ്ഞാൽ ആ കയ്യിൽ നിന്നൊരു ശിവലിംഗത്തിലേക്ക് കൂവളത്തല അർച്ചിക്കുന്ന രീതിയിലാണ് നിൽക്കാറ്. ഇന്നും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി നോക്കിയാൽ ബാക്കി തന്നെ കാണാൻ പറ്റും. കാരണം ഈ 3 ഒട്ടലുള്ള കൂടെ ആണല്ലോ കാണാം. പക്ഷെ ആ ചിത്രങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ വ്യക്തമാണ്. ഇവിടെ മഹാവിഷ്ണുവായ ഭഗവാൻ മഹാദേവനെ ആരാധിക്കുന്നതായിട്ടും മഹാദേവൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതായിട്ടൊക്കെ കാണുമ്പോൾ ഇവിടെ വിവരമില്ലാത്തവന്മാര് ശിവനാണ് വലുത് മഹാവിഷ്ണുവാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ലേശം കുറവുണ്ടെന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് എന്താ പറ്റി ശൈവഭക്തന്മാരും വിഷ്ണു ഭക്തന്മാരും ഇപ്പോഴും ആട്ടിയാവണില്ല എന്ന് മാത്രമേ. പണ്ട് കൊല്ലും കൊലയൊക്കെ നടക്കും, ഇന്നിപ്പോ അത്രയില്ല. എന്നാലും ഉള്ളിലൊക്കെ ചിലതിന് ആ പാരമ്പര്യം കാത്ത് സൂക്ഷിക്കുന്ന ചില നാട്ടുകാർക്കൊക്കെ ഇപ്പോഴും അതുണ്ട്. ശിവഭക്തന്മാരാണെങ്കിൽ അവര് ചന്ദനം തൊടില്ല, മഹാവിഷ്ണുവിനെ തൊടില്ല. വിഷ്ണു ഭക്തന്മാര് ചിലവര് ഭസ്മം തൊടി നടക്കാതിരിക്കും. എന്നാൽ ഭേദങ്ങൾ രൂപങ്ങളിൽ ഭഗവാൻ എടുക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ ആർക്കും എങ്ങനെ വേണമെങ്കിൽ ഭജിക്കാം, അതിനുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലാതെ ഈശ്വരന്മാർ എന്നുള്ള സാധനം തന്നെ ഈശ്വരൻ ഒന്നല്ലോ. നമ്മൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾക്ക് ഓരോ വേഷം കെട്ടുകയും ചെയ്യുന്ന ആവശ്യം. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു വേഷം, കുളിക്കാൻ പോകുമ്പോൾ ഒരു വേഷം, കുളി കഴിഞ്ഞ് വരുമ്പോൾ ഒരു വേഷം, കുളിച്ചില്ലെങ്കിൽ ഒരു വേഷം കെട്ടുണ്ട്, പുറത്തേക്ക് പോകുമ്പോൾ ഒരു വേഷം,
ജോലിക്ക് പോകാൻ ഒരു വേഷം, ഒരു വേഷം അതിനകത്ത് തിരിച്ചു വരിക. ഇതിനിടയിൽ ഇനി അമ്പലത്തിലേക്ക് പോകണമെച്ചാൽ അതിന് വേറെ വേഷം. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പണിയെടുക്കുമ്പോ വേറെ വേഷം, കിടക്കാൻ പോകുമ്പോ വേറെ വേഷം, എനിക്ക് വരുമ്പോ അതൊന്നും അല്ലാത്തൊരു വേഷം. ഇതൊക്കെ ഒരു ദിവസം സാമാന്യ നിലയ്ക്ക് ഒരാൾ കിട്ടുന്ന വേഷമാണ്. ഇതൊന്നും പോരാഞ്ഞിട്ട് കല്യാണത്തിന് പോകുമ്പോ ടൂറ് പോകുമ്പോ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വേഷം കെട്ടാണ് ഓരോ നേരത്തും ഓരോ കാര്യത്തിനും. എന്താണ് ആ കാര്യത്തിന് യോജിച്ചതായിട്ടൊരു വേഷം കെട്ടുക, അത്രയേ ഉള്ളൂ. എന്ത് വേഷം കെട്ടിയാലും ഈ ആൾക്ക് മറ്റൊന്നും ഉണ്ടാവുന്നില്ല. പതിവില്ലാത്തൊരു വേഷമൊക്കെ കെട്ടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കാണിക്കും, ഈ ആളാകെ മാറിയിട്ടുണ്ടോ, ഇതാവാകെ മാറാൻ ആ മണ്ടത്തരം തന്നെ ഇപ്പോഴും. ഈ പുറത്തുള്ള വേഷമൊക്കെ മാറി, ഈ വേഷം മാറിയതുകൊണ്ട് അത് മാറില്ല. വേഷം മാറുന്നതിന് പകരം രൂപത്തെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ രൂപം വെച്ചിട്ട് ഓരോ കാര്യങ്ങൾക്കും ഓരോ വേഷം കെട്ടണം. കാര്യങ്ങൾക്ക് യോജിച്ച രീതിയിലുള്ളതായ വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു. ചെല്ലുന്നതായുള്ള സ്ഥലത്തിനനുസരിച്ച് ആ സാഹചര്യമൊക്കെ നോക്കിയിട്ട് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നു. ഇപ്പൊ പുറത്തേക്ക് പോകുന്ന രീതിയിലാവില്ല, സാമാന്യ നിലയ്ക്ക് വേറെ എവിടേക്കും പോകുന്ന രീതിയിലല്ല ഒരു അമ്പലത്തിലേക്കൊക്കെ വരുമ്പോഴുള്ള വസ്ത്രധാരണം. അങ്ങനെയല്ല വേണ്ടത്. ഇപ്പൊ അതേ പറയാൻ പറ്റില്ല. അത് വന്നത് അമ്പലത്തിലേക്കോ പാർട്ടിലേക്കോ മനസ്സിലാവില്ല. ചില സ്ഥലത്തൊക്കെ പോയാൽ അമ്പലത്തിൽ വരുമ്പോ മാന്യതയ്ക്കല്ലേ, ആ രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചുകൊണ്ടൊക്കെ വേണം ക്ഷേത്രത്തിലേക്കൊക്കെ വരാൻ. പതുക്കെ 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 മാറ്റിക്കൊണ്ടിരിക്കുന്നത്. എവിടെയൊക്കെ അപകടമാക്കാൻ പറ്റുമോ ആദ്യം അമ്പലങ്ങളിൽ നിന്ന് നമ്മൾ തുടങ്ങുന്നത്. ഓരോ സ്ഥലത്ത് നമ്മൾ എന്ത് വേഷത്തിൽ പോയാലും നമ്മളൊക്കെ തന്നെ. എന്നാലും ചെല്ലുന്നതനുസരിച്ച് ആ സാഹചര്യത്തിനനുസരിച്ച് ഒരു വേഷത്തിലൊക്കെ. ഇപ്പൊ ആരെങ്കിലും മരിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ മരിച്ചു എന്ന് കേട്ടാൽ കയ്യിലുള്ളത് ഇട്ടിട്ട് ഓടണമെന്നാ പറയാ സ്വയം. കാരണം ആദ്യം അവിടെ ചെറുക്കാണ് അന്ന് അപ്രതീക്ഷിതമായിട്ടുള്ളത്. പ്രസവം വരെ സാമാന്യ നിലയ്ക്ക് പ്രതീക്ഷിച്ചതായിരിക്കും ഏതാണ്ട് ഈ സമയത്ത്. എന്നാലും അപ്രതീക്ഷിതമായിട്ടുണ്ടാവാം. പക്ഷെ മരണം അതിനേക്കാളും അപ്രതീക്ഷിതമാണ്. അവിടെ കേൾക്കുമ്പോ എല്ലാവരും അവിടെ തളർന്നിരിക്കുകയും ചെയ്യുക. ആ സമയത്താണ് അവിടെ ആള് വേണ്ടത്, ചെയ്ത കാര്യങ്ങൾ മുമ്പിലേക്ക് നീങ്ങേണ്ടത്. പ്രസവിച്ചിരുന്നത് വളരാനാണ്, ഇത് നാറാനാണ്. അപ്പൊ അത് നാറയുടെ മുമ്പിൽ സാധനത്തിന് ഒരു തീരുമാനമാക്കണം വെച്ചാൽ അപ്പോ കയ്യിലുള്ളത് ഇട്ടിട്ട് ഓടിയിട്ട് നടക്കേണ്ട കാര്യം നടത്താൻ 4 ആൾ ഓടിച്ചില്ല എന്നുള്ളതാണ് വേണ്ടത്. ആ സമയത്ത് ആരും വസ്ത്ര എങ്ങനത്തെ തുണി കൊടുത്തതിനൊന്നും നോക്കാറില്ല സാമാന്യം. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ അടക്കം വീഡിയോ ഒക്കെ ഉള്ളതുകൊണ്ട് പട്ടുസാരി കൂടി കൊടുത്തിട്ടാണ് ധാരാളം കാണുമ്പോൾ. എന്തായാലും സാമാന്യ മര്യാദയ്ക്ക് നമ്മൾ ഈ വേഷങ്ങൾ മാറാറുണ്ട് എന്നുള്ളത് പോലെ ഈശ്വരൻ തന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദികൾ എന്ന 3 കാര്യങ്ങൾക്ക് 3 വേഷത്തിനെ സ്വീകരിച്ചിരിക്കുന്നു. 4 തലയുള്ള ബ്രഹ്മാവായി പറയാൻ പുറപ്പെട്ടാൽ കുറെ പറയാനുണ്ട്. ഞാൻ പുറപ്പെട്ടെടുത്ത് തിരിച്ചെത്താൻ നേരം വരും. 4 തലയുള്ള ബ്രഹ്മാവ് സൃഷ്ടി ചെയ്യുന്നതാണ്. 4 തലയാണ് കാണിച്ചു തരുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ 4 തരത്തിൽ ചിന്തിച്ചിട്ട് വേണം ഒരു കാര്യം ചെയ്യാൻ. അതാണ് ഈ 4 തല. 4 തരത്തിൽ എന്താ ചിന്തിക്കേണ്ടത്? ഒന്ന്, ആദ്യം ചിന്തിക്കേണ്ടത് ഇത് വേണം. ഇത് വേണമെന്നാണ് ആദ്യം ചിന്തിക്കേണ്ടത്. വേണ്ടതെന്ന് എല്ലാവർക്കും ഉണ്ടാവും. പലതും നമുക്ക് തോന്നാം. ഇതിൽ ഒരു കാര്യത്തിന് മുമ്പ് പുറപ്പെടുമ്പോൾ ആവശ്യമുള്ളതാണോ എന്ന് ആലോചിച്ചു. ആവശ്യമുള്ളതാണെന്ന് ചിന്തിച്ചോളും. ആവശ്യമുള്ളതാണെന്ന് തോന്നിയാലും അത് മുഴുവൻ ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ശരിയാണോ ധർമ്മമാണോ എന്നതിന്റെ ഒപ്പം ചിന്തിക്കണം. 3ാമത് ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ധർമ്മമായിട്ട് തോന്നുന്നു, ആവശ്യമുള്ളതായിട്ടും തോന്നുന്നു, പക്ഷെ ഇതുകൊണ്ട് വേറെ വിധത്തിനൊരു ഉപദ്രവം തോന്നും കൂടി അറിയിക്കും. അതും ഇല്ലാന്ന് ഉറപ്പായാൽ 4ാമതായി ചിന്തിക്കേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്ത് കാര്യം അങ്ങനെ വരുന്നു. നമ്മൾ നേരെ മറിച്ചാണ് ആദ്യം എങ്ങനെ ചെയ്യണം നമ്മൾ ആലോചിച്ചു. അത്രയൊക്കെ ആലോചിച്ചിട്ട് ഇനി ഞാൻ പിന്നിലേക്ക് ഒരു അട്ടി അങ്ങോട്ട് വെക്കില്ല എന്ന് പറഞ്ഞു വാശി പിടിച്ചിട്ട് കാര്യം ആകെ അപകടമായെന്നൊക്കെ ആലോചിച്ചു കൊണ്ടുണ്ടാവുക. അപ്പോഴാണ് ഈ പ്രവൃത്തികളിൽ പ്രശ്നം ഉണ്ടാവുന്നത്. ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 4 തരത്തിൽ ആലോചിക്കുക. വേണ്ടതാണോ എന്ന് ആലോചിക്കുക, ധർമ്മമാണോ എന്ന് ആലോചിക്കുക, അതുകൊണ്ട് വേറൊരു ഉപദ്രവം ഇല്ല എന്ന് ഉറപ്പിക്കുക, എന്നിട്ട് എങ്ങനെ വേണമെന്ന് ആലോചിച്ചിട്ട് ചെയ്യുക. പരിപാലനത്തിന് 4 കൈകളെ കൊണ്ട് പരിപാലനം ചെയ്യുന്നതായ മഹാവിഷ്ണുവായുള്ള ഭഗവാനെ കാണാം. പരിപാലനം കൂടുതൽ റിസ്ക് ഉണ്ടാക്കുന്നതിനേക്കാളും മെനക്കെടാണ് ഇത് കൊണ്ടുപോകുന്നത്. നേടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് നിലനിർത്തി കൊണ്ടുപോകുന്നത്. അതിന് ഒന്നിന് 4 കൈ ഉണ്ടായാൽ തന്നെ പറ്റും. 4 വശവും അതിനറിയണം എന്നുള്ളത് കൊണ്ട് മഹാവിഷ്ണുവായ ഭഗവാൻ 4 കൈകളുള്ളവനായിട്ട് കാണുന്നു. സംഹാരമൂർത്തിയായുള്ള ഭഗവാൻ നെറ്റിയിലെ തൃക്കണ്ണിലെ തമോ ഗുണത്തെ ഒതുക്കി വെച്ചിട്ടിരിക്കുന്നു. അവിടെ സംഹാരമൂർത്തിയായ ഭഗവാന്റെ നെറ്റിയിലെ തൃക്കണ്ണിലുള്ളതായ തീപ്പൊരികള് അത് ഈ ലോകം മുഴുവൻ ഭസ്മമാക്കാൻ കൽപ്പുള്ളതാണ്.
ആ കണ്ണൊന്ന് തുറന്ന് അടയ്ക്കേണ്ട നേരെ വേണ്ടി ഈ ലോകം ഇല്ല. അത് കാണിച്ചു തരണത് എന്താന്ന് ചോദിച്ചാൽ അത്ര ക്ഷണഭങ്കുരമാണ് ഈ ലോകം മുഴുവൻ. എല്ലാം ഇത് നശിക്കുന്നത് തന്നെയാണ്. എത്ര ചിന്തിച്ച് ചെയ്താലും എത്ര നാല് കൈ കൊണ്ട് നിലനിർത്താൻ നോക്കിയാലും നശിക്കാനുള്ളതൊക്കെ നശിക്കുകയെന്ന് ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. മഹാദേവന്റെ തൃക്കണ്ണ് തുറന്നടയുന്ന നേരം കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ ഈ ലോകം എന്ന് ബോധ്യപ്പെടുത്താനാണ് സംഹാരമൂർത്തിയായിട്ടുള്ള മഹാദേവനെ കുറിച്ച് ഇപ്പൊ നേരത്തെ ദക്ഷൻ പറഞ്ഞ എല്ലാം തന്നെ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിച്ചില്ലെങ്കിൽ എന്താ, ആടയാഭരണങ്ങൾ ധരിച്ചില്ലെങ്കിൽ എന്താ, ഇതൊക്കെ എന്തിനാണ്? കുളിക്കുന്നില്ല. എന്തിനാണ് കുളിക്കുന്നത്? നല്ല വസ്ത്രം ധരിക്കുന്നത്, നല്ല ആഭരണങ്ങൾ ധരിക്കുന്നത്, ഇതൊക്കെ ഈ ശരീരത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണല്ലോ. അല്ലാതെ നല്ല വസ്ത്രം ധരിച്ചാൽ മനസ്സ് നന്നാവും അതിനില്ല. ആ മനസ്സ് നന്നാവാൻ പാകത്തിനുള്ള ഒറ്റ പരിപാടി കുളിക്കുക. കുളിച്ചു കഴിഞ്ഞാൽ മനസ്സിന് ഉണർവുണ്ടാവും. ശരീരം ശുദ്ധമാകുമ്പോൾ അതിനനുസരിച്ച് മനസ്സിന് ശാന്തി ഉണ്ടാവും എന്ന് പറയും. അതല്ലാത്ത ഒന്നും തന്നെ അതല്ലാത്ത എന്ത് തന്നെ ആയിക്കോട്ടെ, അലങ്കാരങ്ങൾ ചെയ്യുന്നതായാലും വസ്ത്രങ്ങൾ ധരിക്കുന്നതായാലും സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നതായാലും ഉള്ള സൗന്ദര്യം പോകാതിരിക്കാൻ നോക്കുന്നതായാലും സൗന്ദര്യം പോയി നാട്ടുകാരെ അറിയിക്കാതിരിക്കുന്നതായാലും ഇതെന്ത് തന്നെ ആയിക്കോട്ടെ ഒക്കെ ഗുണഭോഗ്യം. ഈ ശരീരം എന്ന ശവത്തിനെ ഭംഗിയാക്കാനുള്ള ശ്രമം ഒരു പ്രയോജനമില്ല. അവസാനത്തെ ഒരു യാത്രയുണ്ട് നമുക്കൊക്കെ. ആ അവസാനത്തെ യാത്ര നമ്മൾ വിചാരിച്ചാൽ പോകാൻ പറ്റണതുമല്ല. നാലാൾ എടുത്തുകൊണ്ട് പോയാൽ മാത്രം പോകുന്ന ചില സ്ഥലം. ആ ശ്മശാനത്തിലേക്കുള്ള ഒരു യാത്രയാണ്. അന്ന് ഉണ്ടാവൂല. പക്ഷെ നമുക്ക് ഒരൊറ്റ കുഴപ്പമില്ല, കണ്ണാടിക്ക് കാണാൻ പറ്റില്ല. അത് മാത്രമേ ഒരു കുഴപ്പം. അന്ന് അലങ്കാരല്ല. അന്ന് നമ്മളെ കോടിയൊക്കെ കുടിച്ച് ഭംഗിയായിട്ട് കുടിയൊക്കെ തുണി ഇത് കത്തിപ്പോവാനുള്ളതാണ് എന്ന് ഭസ്മസംജ്ഞാന്തം ശരീരം വിസ്മൃതം. ശരീരം എന്നുള്ളതിനെ പലതായിട്ട് പറയും. അതിലേറ്റവും അവസാനം പറയുന്നതാണ് ഭസ്മസംജ്ഞാന്തം. ഒന്നുകിൽ കൃമികൾക്ക്, അല്ലെങ്കിൽ മലമായിട്ട്, അല്ലെങ്കിൽ ഭസ്മമാണ്. മണ്ണിലാണ് കുടിച്ചിടുന്നത് വെച്ചാൽ കൃമിപീഠങ്ങൾക്ക് കിട്ടും. ഇനി ഈ ശരീരത്തിനെ വേറെ ഒന്ന് ഭക്ഷിക്കുകയാണ് ഉണ്ടായെന്ന് വെച്ചാൽ ഇത് വേറെ ഒന്നിന്റെ മലമായിട്ട് മാറും. അല്ല, ഇത് അഗ്നിയിലേക്ക് ദഹിപ്പിക്കുകയാണ് ഉണ്ടായെന്ന് ഇത് ഭസ്മമായിട്ട് മാറും. ഇങ്ങനെ ഏതെങ്കിലും ഒന്നായിട്ട് തീരാനുള്ള സാധനത്തിന്റെ പേരാണ് എന്ത്? ശരീരം. ഇതിനെ എത്ര ഭംഗിയാക്കിയാലും ഇതിന്റെ ഡെഡ് എൻഡ് എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയേ അവസാനിക്കും. അതിൽ ഭ്രമിക്കണ്ട എന്ന് കാണിക്കാനാണ് മഹാദേവൻ ഇങ്ങനെ പ്രാകൃതനായിട്ടുള്ള വേഷവും ധരിച്ചതാണ്. ഇത് മനസ്സിലാവണില്ല ആൾക്കാർ. ഇപ്പൊ ത്രിമൂർത്തികളായിട്ട് ഭഗവാൻ വേഷം കെട്ടുമ്പോ ആ വേഷം കെട്ടുകളിൽ വരെ നമുക്ക് പാഠങ്ങളാണ് പറഞ്ഞു തരാറുണ്ട്. ത്രിമൂർത്തികളുടെ തത്വം എന്താണ് എന്ന് അറിയണം. അപ്പൊ അതില് ഉള്ള സമയം കൊണ്ട് പറഞ്ഞു വന്നപ്പോ അത് 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞത് മാത്രമേ ഇവിടെ തീർന്നിട്ടല്ല. ഈ ഈശ്വരൻ എന്നതായ മഹത്വത്തിന് പല പല രൂപഭേദങ്ങൾ ഉണ്ടാകുമ്പോ അതിനും ഓരോ കാരണങ്ങളുണ്ട് എന്നല്ലാതെ ഈശ്വരന് വ്യത്യസ്തതകളില്ലാന്ന് മനസ്സിലാക്കും. നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതല്ല. നിങ്ങൾക്ക് ആരെ വേണമെങ്കിൽ ഇഷ്ടദേവനായിട്ട് ഭജിക്കും. ശിവനെന്നോ സുബ്രഹ്മണ്യനെന്നോ മഹാവിഷ്ണുവെന്നോ ഗണപതിയെന്നോ അങ്ങനെയൊക്കെ തന്നെ. ഒരു അമ്പലത്തിനുള്ളിൽ പോയി കഴിഞ്ഞാൽ ഗണപതി മുതൽ പല 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 ഉപദേവതകൾ ഉണ്ടാവാം, പ്രധാന ദേവതകൾ വേറെ ഉണ്ടാവാം. ഇവരൊക്കെ നമ്മൾ ഭജിക്കുന്നുണ്ട്. ആർക്കും അവർക്ക് നമ്മുടെ ആരോഗ്യമൊന്നുമില്ല. ശബരിമലയ്ക്ക് മാലയിട്ടാണല്ലേ? ശബരിമലയ്ക്ക് മാലയിട്ട ഒരു സ്വാമി ഏത് നടയിൽ പോയാലും ഒന്നേ പറയാറ് എന്താ പറയും? സ്വാമിയെ ശരണമായി. ആ മാലയിട്ട ഒരു സ്വാമി വന്നിട്ട് ചോട്ടാനിക്കരമ്മയുടെ മുമ്പിൽ പോയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറയുമ്പോ ആരെങ്കിലും ഇങ്ങനെ ആരെങ്കിലും ചോദിക്കില്ല. അതേസമയം മാല ഊതിയിട്ട് ഇയാൾ ഈ ശീലത്തിന് പോയിട്ട് ചോട്ടാനിക്കര എന്നിട്ട് സ്വാമിയെ വിളിച്ചാൽ അപ്പം അയ്യപ്പന്റെ എന്താ അറിയാം ഇത് ഭഗവതിയില്ല, ഏതാണ്ട് വലിയ പണിയില്ല. അതുകൊണ്ട് വേണം ക്ലിയർ ചെയ്ത് കൊടുക്കും. ഇവർക്ക് സ്വാമിയെ വിളിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ മാല ഇട്ട് കഴിഞ്ഞാൽ എല്ലാത്തിനെയും അയ്യപ്പനായിട്ട് കാണുന്നു എന്നൊരു സങ്കല്പം പൊതുവെ ഉണ്ട്. എല്ലാവർക്കും അത് അറിയാവുന്നത് കൊണ്ട് ആരും തിരിത്തില്ല. മാല ഊതിയ ഇവനും അതാ രസം. മാല ഊതിക്കഴിഞ്ഞാൽ ഇവൻ ഓരോ ദേവത ഓരോന്നായിട്ടല്ലേ. മാല ഇട്ടാൽ ഓരോ ദേവതയാണെന്ന് അറിഞ്ഞാലും ഇവൻ അയ്യപ്പനായിട്ട് എല്ലാവരെയും കാണുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് പറ്റും. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ
എല്ലാ ദേവതയെയും ഒന്നായിട്ട് കാണാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ ഓരോന്നിനെയും ഓരോ ദേവതയായിട്ട് കാണാനും നമ്മളെ കൊണ്ട് പറ്റും. ഏത് ഭാവത്തിൽ വേണമെങ്കിലും കാണാം, ഏത് ദേവതാ സ്വരൂപത്തിനെ വേണമെങ്കിൽ ഇഷ്ട ദേവതയായിട്ട് നമുക്ക് സ്വീകരിക്കാം. എന്തെങ്കിലും ഒന്ന് ഉണ്ടാവാം, അത് ഇന്നതെന്ന് വെക്കണ്ട, എന്തെങ്കിലും ഒന്നുണ്ടാവാം. അത് ഇതിന് വലിയ കുഴപ്പമാണ്. നമുക്ക് നമ്മളുടേതായ ഒരു ദേവതയായിട്ട് നമ്മളുടെ സങ്കല്പത്തില് ഒരു ദേവതാ സങ്കല്പം ഇല്ലാതിരിക്കുക വലിയ കുഴപ്പമാണ്. നമുക്ക് ആധാരം ഇല്ലാണ്ടാവും, ഒരു പിടിപിടി ഇല്ലാണ്ടാവും. ആരോടും പറയാൻ പറ്റാത്തതിന് പോലും പറയാൻ പറ്റുന്ന ഒരാളാണ് ഭഗവാൻ. ഭഗവാനെ പോലെ ഇത്ര നല്ലൊരു കേൾവിക്കാരൻ വേറെ ഉണ്ടോ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേറൊരു മനുഷ്യനാണെങ്കിൽ ഇന്ന് കേൾക്കും. ഒരു കാര്യം തന്നെ എത്ര തവണ ഒരേ കാര്യം നമ്മൾ ആവർത്തിച്ച് ഭഗവാനോട് പറഞ്ഞിട്ടുണ്ടാവും. ഒരു മടുപ്പിക്കാൻ ഇന്ന് കേൾക്കുന്നില്ല. നമ്മൾ വേറെ ആളോട് എത്ര തവണ പറയാം എന്ന് ചോദിച്ചിട്ട് അപ്പൊ നീറ്റും ആൾക്കാർ. ഇത്ര നല്ലൊരു കേൾവിക്കാരൻ ഭഗവാനെ പോലെ വേറെ കിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും ഇന്ന് കേൾക്കുന്നത് അടുത്ത ക്ഷമയുള്ള ഒരാൾ വേറെ ഇല്ല, നമ്മളെ ഇത്ര അടുത്ത് അറിയുന്ന ഒരാൾ വേറെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ആശ്രയിക്കാൻ ഒരു ദേവത എന്തായാലും ഉണ്ടാവും. അത് ആരായാലും പ്രശ്നമില്ല, അതിൽ ഉറപ്പുണ്ടാകും. ബാക്കിയുള്ളവൻ എന്ത് പറഞ്ഞാലും ഇതിൽ നിന്ന് മാറാണ്ടിരിക്കും. പലർക്കും പലതരത്തിലാണ് പറയാനുണ്ടാവും. വിഷ്ണു പറഞ്ഞാൽ അങ്ങനെയാവും, ആയിക്കോട്ടെ. ഭദ്രകാളി ഇങ്ങനെയാണ്, ആയിക്കോട്ടെ. നമുക്ക് ആരെയാണോ ഇഷ്ടം അതാണ് ഏറ്റവും ഉയർന്നത്, അതാണ് അവിടെ ഉണ്ടാവേണ്ട സങ്കല്പം. ആകാശമാണ് ഏറ്റവും മുകളിൽ എന്ന് പറയുന്നതിന് തർക്കമൊന്നുമില്ല. ഭൂമിയൊക്കെ അതിൻ്റെ താഴെ. ഇത് രണ്ടാമത് പറയേണ്ട കാര്യം എന്താ ചോദ്യം. ആകാശമാണ് ഏറ്റവും ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം അതിന്റെ താഴെയാണ് എന്നുള്ളത് പ്രശ്നം. പിന്നെ ഈ ഭൂമി അതിന്റെ താഴെയാന്ന് പറഞ്ഞിട്ട് അതിന് കേൾക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇതാണ് ഇവിടെ പലർക്കും പറ്റുന്ന അർത്ഥം. ഭജിക്കുന്ന ദേവത ആരാണോ അതാണ് ഏറ്റവും വലുതെന്ന് അവനവന്റെ മനസ്സിലുണ്ട്. ഏറ്റവും വലുതായതുകൊണ്ടാണല്ലോ അതിനെ ആരാധിക്കുന്നത്. മറ്റു ദേവതാ സ്വരൂപങ്ങളൊന്നും അത്ര ഇല്ലാന്ന് വിചാരിക്കുന്നിടത്താണ് കാണാം. ഇല്ലാട്ടോ സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അടികളാണ് ഇവിടെ സുബ്രഹ്മണ്യനെ പറയാറുണ്ട്. അങ്ങനത്തെ അവധേള പറ്റാണ്ട് ദേവതാ സങ്കല്പങ്ങൾ എന്താവട്ടെ, ഏതെങ്കിലും ഒന്നിൽ നമ്മളുടെ മനസ്സിൽ ഉറപ്പുണ്ടാവുക, അതിനെ തന്നെ ആശ്രയിക്കുക. എല്ലാം അവിടെ നിന്ന് തന്നെ ഉണ്ട്. ചിലതിനു വേണ്ടി അങ്ങോട്ടുള്ള, ചിലതിനു വേണ്ടി അതുകൊണ്ട് ആവശ്യമില്ല. എല്ലാ ദേവതയ്ക്കും എല്ലാം തരാൻ പറ്റും. എല്ലാം ഒരേ ഭഗവാന്റെ അംശങ്ങളാണ്. പിന്നെ എന്തിനാ അതെന്ന് ചോദിച്ചാൽ പല തരത്തിൽ നമ്മളെ ഉപാസനകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വിഘ്നങ്ങൾ തീരാൻ ഗണപതിയായിട്ടും, വിദ്യ തരാൻ സരസ്വതിയായിട്ടും ഒക്കെ ഓരോന്നോരോ. ഇപ്പൊ വിഘ്നങ്ങൾ തീരാൻ നമ്മൾ ഇവിടുന്ന് സൂര്യകാരിയിരിക്കും, അറിവുണ്ടാവാൻ വേഗം പഠിച്ചു കാണിക്കും. അങ്ങനെയെങ്കിലും അമ്പലമൊക്കെ ഒന്ന് കാണുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നട്ടാശേരി ഇരിക്കുന്ന ഭഗവതിക്ക് ഇതൊന്നും തരാൻ, ഇടത്തിൽ ഭഗവതിക്ക് ഇതൊന്നും തരാൻ പറ്റാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടെ ഭഗവതി എങ്ങനെയാണോ എനിക്ക് തള്ളിയിട്ട് നിങ്ങൾ പോയിട്ട് അവിടെ സൂര്യകാരണി ഉദ്യോഗം കഴിച്ചു വരും, പരസ്യക്കാണ്ട് പോയിട്ട് എടുത്തിട്ട് ഇരുന്നിട്ട് വരും എന്നൊക്കെ പറഞ്ഞു വിടണത്. അങ്ങനെ നമ്മളുടെ ആ ഈശ്വര വിചാരം എന്നത് കൂടുതലാവാൻ വേണ്ടിയിട്ടും പലതരത്തിലുള്ള ആരാധനകളെ നമ്മൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടും ഋഷീശ്വരന്മാരുണ്ടാക്കിയ മാർഗങ്ങളാണ് ഇതൊക്കെ. ഏത് ദേവതയെ ഭരിച്ചാലും ആ ദേവതയ്ക്ക് ഇവിടെ എന്തും തരാൻ കെൽപ്പുള്ളതാണ്. ഒരു ദേവതയും ഒന്നിനും കുറവുള്ളതല്ല. ആദ്യം അത് മനസ്സിലാക്കാം. നമ്മളുടെ ശാസ്ത്രങ്ങൾ പ്രകാരം ഏറ്റവും സമൃദ്ധമായവരാര്, ഏറ്റവും അധികം ധന്യതയുള്ളവരാരെന്ന് ചോദിച്ചാൽ നമ്മൾ തന്നെയാണ്. 30 കോടി ദേവതാ സങ്കല്പമുണ്ട്. ആരെ ഭജിച്ചാലും എന്ത് കിട്ടും. പക്ഷെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ട് ഭജനം എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പിന്നിലുള്ള സത്യം. ആ ദേവതയിലേക്ക് തന്നെ ചെന്ന് ചേരാൻ വേണ്ടിയിട്ടുള്ള അതിനാണ് ഇവിടെ ദക്ഷയാഗത്തിലൂടെ ധർമ്മം എന്നതിനെ കാണിച്ചു തരുന്നത്. ധർമ്മം എന്നതിന് പല രൂപങ്ങളുണ്ട്. അത് പലപ്പോഴും മാറി വരുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ട് പൊതുവായിട്ടുള്ള ധർമ്മത്തെ പറയുന്നു ഈശ്വരനെ ആരാധിക്കുക. ഇത് ജീവിതത്തിൽ എല്ലാവരും ചെയ്യേണ്ട വിഷയമാണ്. അത് ചെയ്യാതിരിക്കുമ്പോൾ പറ്റുന്നതായിട്ടുള്ള അബദ്ധം, ഈശ്വരൻ എന്ത് ചെയ്താൽ ഉണ്ടാവുന്ന അബദ്ധം എന്താകും, അതിനെയാണ് ദക്ഷിണ പറ്റുന്ന അബദ്ധത്തിലൂടെ കാണിച്ചു തരുന്നത്. ദക്ഷനിലൂടെ വലിയൊരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. മഹാദേവൻ മുമ്പിലുണ്ടായിരുന്നപ്പോൾ ദക്ഷന് ഭജിക്കാൻ ഒന്നും കുറവുണ്ടായിരുന്നില്ല. ഒരൊറ്റ കാര്യം കുറവുണ്ടായിരുന്നുള്ളൂ, ഭജിക്കണം എന്നൊരു തോന്നൽ മാത്രം ഉണ്ടായിരുന്നില്ല. പിന്നീട് തലയൊക്കെ പോയി ആടിന്റെ തലയൊക്കെ കിട്ടി മഹാദേവൻ ഇപ്പോഴും മുമ്പിലുണ്ട്. ഇപ്പൊ ഭജിക്കണം എന്നുള്ള തോന്നലൊക്കെ വന്നു, പക്ഷെ ശബ്ദം ആടിന്റെ പോയി. ഇതൊന്ന് ഓർത്ത് വെക്കും.
ഭജനത്തിനുള്ള എല്ലാ അവസരങ്ങളെയും ഭഗവാൻ തരും, ആരോഗ്യവും ഭഗവാൻ തരും. വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളായി ഉണ്ടാക്കിയത്. മൂന്നും ചേരുന്നിടത്തെ ഭജനം നടക്കുന്നത്. അവസരവും ആരോഗ്യവും ആഗ്രഹവും ഉണ്ടാവണം. മൂന്നിൽ രണ്ടും ഈശ്വരൻ തരുന്നുണ്ട്. ആഗ്രഹം മാത്രമേ, ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായാലേ പറ്റുള്ളൂ. അത് മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറയുന്നുള്ളൂ. അത് ഉണ്ടാക്കിയെടുക്കാൻ മറ്റു രണ്ടും ഉപയോഗിക്കാം. ഭജനം വേണ്ട പോലെ നമുക്ക് അത് അവനവൻ ഉണ്ടാക്കിയെടുക്കുന്നില്ല എങ്കിൽ അങ്ങനെ വന്നാൽ ഈ രണ്ടെണ്ണത്തിൽ ഒന്ന് പോകുന്ന ഒരു സമയത്ത് കുറെ കാലം കഴിയുമ്പോൾ ഒന്നുകിൽ ആരോഗ്യം പോകും. അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യമൊക്കെ ഉണ്ടെങ്കിലും ഭജിക്കാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ പിന്നീട് കിട്ടിയില്ലാതെ വരും. പക്ഷെ അന്ന് നമുക്ക് വേണമെന്നൊരു തോന്നല് അന്ന് തോന്നിയിട്ട് കാര്യമില്ല. ഇത് മൂന്നെണ്ണത്തിൽ രണ്ടെണ്ണത്തിൽ ഒന്ന് പോയിട്ടായിരിക്കും. ഒന്നുകിലും പണ്ടത്തെ പോലെ അമ്പലത്തിൽ ഓടിച്ചെല്ലാം വയ്യേ. പണ്ട് പോയാന്നില്ല, അന്ന് തോന്നിയിരുന്നില്ല. ഇപ്പൊ തോന്നുന്നുണ്ട്, പക്ഷെ ആരോഗ്യം ഇല്ലാത്തതുകൊണ്ട് ഓടി വരാമില്ല. ഇപ്പൊ പണ്ടത്തെ പോലെ അങ്ങനെ ഇവിടെ ഭജിക്കാനുള്ള ഒരു അവസരമൊന്നുമില്ല. ഇപ്പൊ ആരോഗ്യത്തിനും കുഴപ്പമില്ല, വേണമെന്നുള്ള തോന്നലിനും കുഴപ്പമില്ല. പക്ഷെ എന്നും ഇതുപോലെയുള്ള യജ്ഞങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും ഉണ്ടായിക്കൊണ്ടുവന്നു. ഇപ്പൊ സപ്താഹം നടക്കുന്ന ഒരു സമയമാണ്, സപ്താഹം നടക്കുന്ന സമയമാണ്. ഈ ആഴ്ച വരാണ്ട് എനിക്ക് അടുത്ത ആഴ്ചയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ സത്ര ഇയാൾക്ക് വേണ്ടിയിട്ട് അടുത്ത ആഴ്ചയും കൂടി ഉണ്ടാവും. അതല്ലേ അന്നും ഇയാൾക്ക് ആരോഗ്യമുണ്ട്, വേറെന്താ അന്നേ തോന്നുന്നുള്ളൂ. പക്ഷെ അന്ന് ഇതുപോലെ ഒരു സത്സംഗത്തിന്റെ അവസരം ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇത് രണ്ടും ഭഗവാൻ തരുമ്പ് ഉപയോഗിക്കണം. ആഗ്രഹം എന്നുള്ളത് നമ്മൾക്ക് ഉണ്ടായാൽ ഭഗവാൻ തരുന്ന ആരോഗ്യത്തെ വെച്ചുകൊണ്ട് ഭഗവാൻ തരുന്ന അവസരത്തെ ഉപയോഗിച്ച് ഭജനം ചെയ്യാം. അപ്പോഴേ അത് മുമ്പിലേക്ക് നീങ്ങുള്ളൂ. അല്ലെങ്കിൽ ദക്ഷന്റെ പോലെ ഇറങ്ങാൻ പറ്റും. അത് ഓർമ്മയിലുണ്ടാവുക. ഈശ്വരോപാസന എന്നുള്ളതാണ് ധർമ്മം. ആ ധർമ്മത്തെ മുറുകെ പിടിച്ചത് ചെയ്തതായ സതീദേവി ആ ജന്മം കൈവിട്ട് അടുത്ത ജന്മത്തിൽ പർവതപുത്രി പാർവതിയായി അവതരിച്ച് മഹാദേവന്റെ തന്നെ പത്നിയാവാൻ തീരുമാനിച്ച് തപസ് ചെയ്ത് ഒടുവിൽ മഹാദേവന്റെ അടുത്തെത്തി പാതിമൈ പകുത്തു വാങ്ങി ശക്തിയും ശക്തനും രണ്ടല്ല എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത് ലോകത്തിന്റെ അച്ഛനമ്മമാരായിട്ടിരുന്ന് വാക്കും അർത്ഥവും എങ്ങനെയാണോ രണ്ടായി പിരിക്കാൻ പറ്റാത്തത് അതുപോലെ ഇഴചേർന്ന് നിന്ന് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഭജനം ചെയ്താൽ അവർക്കുള്ള ഗതി ഉണ്ട്, അതിന് സംശയമില്ല. പുറമേ കാണുന്നവരുടെ നോട്ടത്തിലുള്ളതൊന്നും നോക്കണ്ട. ഈശ്വര ഭജനം ചെയ്തവനുള്ള ഗതി ഒട്ടും ചെറുതല്ല. അതെല്ലാവർക്കും മനസ്സിലാവുന്നതും. ഈശ്വര ഭജനം വേണ്ട പോലെ ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് ഉപയോഗിക്കാത്തവന് വരാൻ പോകുന്നതായിട്ടുള്ള നഷ്ടങ്ങളും ഒരിക്കലും ചെറുതല്ല. പക്ഷെ പിന്നീട് അതിന്റെ ഒന്നും തിരിച്ചു വരവുകൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് ആദ്യം തിരിച്ചറിയുമ്പോഴേ ഉണ്ടാക്കി കിട്ടുന്ന അവസരങ്ങൾ മുഴുവൻ ഭജനത്തിനായിട്ട് ഭഗവാൻ തരണതാണ് എന്ന് മനസ്സിലാക്കി ഒരു നിമിഷം പോലും ജീവിതത്തിൽ പാഴാക്കാതിരിക്കുക. ഈശ്വര ഭജനത്തിന്റെ കാര്യത്തിൽ ഓരോ മിനിറ്റും ഭജിക്കാൻ പറ്റും. അത് ഓരോ മിനിറ്റിലും ചെയ്യുന്നതൊക്കെ ഈശ്വരന് വേണ്ടിയിട്ടാണ് എന്നൊരു വിചാരം ഉണ്ടായാൽ മതി. അപ്പൊ ചെയ്യുന്നതൊക്കെ ഭാഗവത ധർമ്മമായിട്ട് നടക്കും. അതേ നടക്കും എന്ന് ധർമ്മത്തെ ഇവിടെ പറഞ്ഞു തരുന്നു. തുടർന്ന് അർത്ഥം എന്ന പുരുഷാർത്ഥത്തെ പറയുന്ന ത്രോചരിതവും കാമം എന്ന പുരുഷാർത്ഥത്തെ പറയുന്ന പ്രതിചരിതവും മോക്ഷം എന്ന പുരുഷാർത്ഥത്തെ പറയുന്ന പുരഞ്ജനോപാഖ്യാനവും ഒക്കെ ചതുർത്ഥ സ്കന്ധത്തിലെ കഥകളായിട്ട് നമ്മൾക്ക് കേൾക്കാം. ആ ഭാഗങ്ങളിൽ നീങ്ങും. തന്നതിലധികം കുറച്ച് സമയം കൂടി ഞാൻ അപഹരിച്ചിട്ടൊക്കെ ഉണ്ട്. പറഞ്ഞു വന്നപ്പോൾ അങ്ങനെയുണ്ട്, പറഞ്ഞൊന്നും മാത്രമേ ഉള്ളൂ. എന്തായാലും ഒരു കാര്യം തീരുമാനിക്കും. വേറൊരു സപ്താഹത്തിനിടയിലാണ്, തൊടുപുഴ ഇടവെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ സപ്താഹത്തിനിടയിലാണ്. സ്വയം ഉണ്ടാറില്ല, ഒട്ടും താല്പര്യമുള്ള ഒരു കാര്യമില്ല. പക്ഷെ ഇവിടെ ഈ വേദിയിൽ മുൻപ് ഭഗവതി കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ഭഗവതിയുടെ ഒരു വിളിയായിട്ടുള്ള ഒരു സ്നേഹബന്ധവും കാരണം വിളിച്ചപ്പോൾ പറ്റില്ല എന്ന് പറയാൻ തോന്നിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടവെട്ടിയിലും അവിടെയുള്ളതായ സംഘാടകരും ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ടവരാണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ അവിടെ സ്റ്റേജ് മാനേജ് ചെയ്യാൻ പാകത്തിലുള്ളവരാണ് കൂടെ ഉള്ളത്. വലിയ പ്രശ്നമില്ല. അതൊക്കെ തോന്നിയത് കൊണ്ട് മാത്രമാണ് ഇന്ന് തന്നെ വന്നത്. 2 ദിവസം കൂടിയൊക്കെ കഴിഞ്ഞ് അവതാര സമയത്തേക്കൊക്കെ പറ്റുമെന്നാണ് മുമ്പേട്ടൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് അവിടെയും അവതാരം, അന്ന് മുന്നിയൊക്കെ ഓർമ്മ. അത് കണ്ടാച്ചിട്ടാണ് നേരത്തെ വന്ന് ആദ്യമേ വേദിയിൽ വന്ന് ഭഗവാനെ കുറിച്ച് 2 വാക്ക് പറയാം. മഹാദേവനെ കുറിച്ച് പറയണം എന്നാണ് ഇന്നത്തെ നിയോഗം. അവിടെയും ഇപ്പൊ ദക്ഷിണായനം തന്നെയാണ് പറയേണ്ടത്. ഇവിടെ ഇത് പറഞ്ഞു മാത്രമേ. എന്തായാലും ഈ
വേദിയിലേക്ക് വീണ്ടും വരാൻ സാധിച്ചതിൽ സന്തോഷം. ഭഗവതിയുടെ കൃപ എന്നെ ഈ വേദിയിലേക്ക് എത്തിച്ചതുപോലെ തന്നെ എല്ലാവരെയും ഈ സത്സംഗത്തില് നിറഞ്ഞ സാന്നിധ്യമായിട്ട് തന്നെ ഇവിടെ ഇരിക്കാം ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വാക്കുകളൊക്കെ മഹാദേവന്റെയും ഗുരുനാഥന്മാരുടെയും ഗുരുവായൂരപ്പന്റെയും ഭാഗങ്ങളിൽ സമർപ്പിക്കുന്നു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണജം വാ മാനസം വാ പരാഠം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. കാളികാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ത്വദീയം വസ്തു ഗോവിന്ദ തുഭ്യമേവ സമർപ്പയേ. തേന ത്വദംഘ്രികാലേ ശാശ്വതം. ശ്രീകൃഷ്ണായ പരമഗുരവേ നമോ നമഃ.